السلام عليكم ورحمة الله. أهلا بكم. ازاي طلبة നമ്മള് ഇനി എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നത് മുഷ്തഖാത്തിൽ നിന്നുള്ള പുതിയൊരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്മു ഫായിലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞത്? ഫായിൽ ഇസ്മു ഫായിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലായോ? വഹുവൽ ഫർഖു ബൈനൽ ഫാഇലി വസ്മുൽ ഫായിൽ. ഫായില് നെഹ്വിലുള്ളതാണ്. ഇസ്മു ഫായില് സർക്കിലുള്ള. യെസ്. ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാല് എന്താണ്? ഇസ്മു ഫായിൽ എങ്ങനെ എനിക്ക് ഇസ്മു ഫായിൽ അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറ. How can you explain what is ismul fa'il? നമ്മള് ഫായിലുൻ എന്ന വസലിലേക്ക് മാറ്റുമ്പോൾ ഇസ്മു ഫായില് കിട്ടും. Yeah, thank you. അതായത് ഫായിൽ സുലാസിയായ വാക്കാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണ്ടോ. സുലാസിയാണെങ്കിൽ ഇസ്മു ഫായിൽ ഏത് വസനിലാണ്? അല വസ്നി ഫായിലുൻ. ഇനി ഗൈറു സുലാസി ആണെങ്കിൽ എങ്ങനെ പറഞ്ഞ? ഗൈറു സുലാസിന് മൂന്നിലധികം അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇസ്മുൽ ഫായിലിനെ ഇഷ്തിഖാഖ് ചെയ്യാം? കൈഫ യുഷ്തഖുൽ ഇസ്മുൽ ഫായിൽ മിൻ ഗൈറു അതിന്റെ സുലാസി. ഫസ്റ്റ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് ഫേല് മുളാരിക്ക് ആക്കിയിട്ട് അതിന്റെ yes. മുളാരിന്റെ അക്ഷരം മാറ്റിയിട്ട് അവിടെ ലൊമ്മുള്ള മീന് വെച്ചു. Yeah. ثم തുമ്മ അതിന്റെ അവസാനം ലൊമ്മു ലൊമ്മു കൊടുക്കുക. لما അല്ല no. അവസാനം മുമ്പുള്ളതിന് കെസറ കൊടുക്കുക. കസർ കൊടുക്കുക. Yeah. أحسنتي. അവസാനത്തിന് أحسنتم. മുമ്പ്. اوكي بارك الله فيك. اوكي اذا ننتقل الى موضوع اخر اسم المفعول. അപ്പൊ ഇസ്മു ഫായിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇസ്മുൽ മഫ്ഊലിനെ കുറിച്ച് പറയാൻ എളുപ്പമായിരിക്കും അല്ലെ? ഇസ്മു ഫായിൽ ഫായിൽ വസനാണ്. അപ്പൊ ഇസ്മു മഫ്ഊൽ ഏത് വസനിലായിരിക്കും? മഫ്ഊല് വസ്ന്. യെസ്, മഫ്ഊലുൻ എന്ന വസനില് പ്രവർത്തിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു പ്രവൃത്തി സംഭവിച്ച ഒരു വ്യക്തിയുടെ മേലിൽ വസ്തുവിന്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മിനെ നമുക്ക് ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയാം. ഫായിൽ എന്ന് പറയുമ്പോൾ ഫായിലുൻ എന്ന വസനില് ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ മേലിൽ അറിയിക്കുന്ന ഒരു വാക്കിനാണ് നമ്മൾ എന്ത് പറയാം? അല്ലെ, കാത്തിബുൻ എഴുതുന്നവൻ. അപ്പോ അതുപോലെ ചെയ്യപ്പെട്ട ആ പ്രവൃത്തിയുടെ നമ്മൾ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രവൃത്തി ആരുടെ മേൽ സംഭവിച്ചു അല്ലെങ്കിൽ ഏതിന്റെ മേൽ സംഭവിച്ചു എന്ന് മഫ്ഊൽ ബിഹി എന്ന് പറയാം. അപ്പൊ മഫ്ഊൽ ബിഹിയും ഇസ്മുൽ മഫ്ഊലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത് നഹ്വിലെ വിഷയമാണ്. അത് ഇറാബ് മൻസൂബൊക്കെ ആയിട്ട് വരുന്ന ഏത് ഇസ്മിനും ഫെയിലും ഫായിലിന് ശേഷം ആ ഒരു പ്രവൃത്തി സംഭവിക്കുന്ന ഇസ്മിന് മഫ്ഊൽ ബിഹി എന്ന് പറയാം. എന്നാൽ ഇസ്മുൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് മൻസൂബൻ ആയിക്കൊള്ളുന്നില്ല. അത് ചിലപ്പോൾ റഫായിട്ട് വരാം, ചിലപ്പോൾ മഫ്ഊൽ നസ്ബായിട്ട് വരാം, ചിലപ്പോൾ ജെറായിട്ട് വരാം, അങ്ങനെ പല രൂപത്തിലും വരാം. ഇസ്മു മഫ്ഊൽ എന്ന് പറഞ്ഞാല് ഇസ്മുൻ മുഷ്തഖും മിനൽ ഫിഅലിൽ മജ്ഹൂലി, മജ്ഹൂലായ ഫിഅലിൽ നിന്ന് ഇഷ്തിഖാഖ് എടുക്കുന്നതാണ്. അത് ഡെറിവേറ്റ് ചെയ്ത് വരുന്നതാണ്. ഏതിൽ നിന്ന്? മഫ്ഊല്. ഏത് ഫിഅലിനാ വരെ? ഫിഅലിൽ മജ്ഹൂൽ. ഇപ്പൊ ഉദാഹരണം നമ്മൾ ഫിഅൽ മജ്ഹൂലിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത്? ഖുതില, കൊല്ലപ്പെട്ടു. ഖുതില എന്നതിൽ നിന്ന് ഏത് വസനിലാണ്? അല വസ്നി മഫ്ഊൽ. അപ്പൊ എങ്ങനെ പറയാം? മഖ്തൂൽ. മഖ്തൂൽ. അപ്പൊ എന്തായിരിക്കും അർത്ഥം? മഖ്തൂൽ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവൻ അല്ലെ കൊല്ലപ്പെട്ടത് എന്നൊക്കെ അർത്ഥം അല്ലെ? അതുപോലെ മൻസൂർ എന്തായിരിക്കും അർത്ഥം? മൻസൂർ, സഹായിക്കപ്പെട്ടവൻ. യെസ്. നുസിറ എന്നതിന് വരാം. നുസിറ, അപ്പോ മൻസൂർ. then next ലിദ്ദലാലത്തി അലാ മൻ ഔ മാ വഖഅ അലൈഹിൽ ഫിൽ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ലിദ്ദലാലത്തി അലാ മാ വഖഅ അലൈഹിൽ ഫിൽ ഔ അലാ മൻ വഖഅ അലൈഹിൽ ഫിൽ. ആരുടെ മേലാണോ അല്ലെങ്കിൽ ഏതിന്റെ മേലാണോ ഫിൽ സംഭവിച്ചത് അതിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് മജ്ഹൂലായ ഒരു ഫിലിൽ നിന്ന് മഫ്ഊലുൻ എന്ന വസനിൽ എടുക്കപ്പെടുന്ന പിന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇസ്മിനാണ് ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയുന്നത്. ഉദാഹരണം മിസാലില്ലാത്തി ഫതഹൽ വലദുൽ ബാബ, കുട്ടി വാതിൽ തുറന്നു പറഞ്ഞു. അപ്പോ അതിനെ നമുക്ക് മജ്ഹൂലാക്കുമ്പോൾ ഫായിൽ ഒഴിവാക്കിയിട്ട് ഫുതിഹൽ ബാബു, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇതെടുക്കാം അൽ ബാബു മഫ്തൂഹുൻ, വാതിൽ തുറക്കപ്പെട്ടതാണ്. ഒരു കാര്യം എളുപ്പമാണ്. ഇനി നമ്മള് حينما نتأمل عن الكلمة التي تحتها خط, ഇവിടെ മഫ്തൂഹ് എന്നുള്ള വാക്കെടുത്ത് നോക്കുമ്പോൾ നജ്ദ് അന്നഹാ സിഗത്ത് അലാ വസ്നി മഫ്ഊലുൻ,
മഫ്ഊലുൻ എന്ന വസനിലാണ് അത് എടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏത് വസനം ഇങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ അല്ലെ? അല്ല, ഏത് ഫേള് കിട്ടിയാലും കതബ, മക്തൂബ്, നസറ, മൻസൂർ, അതായത് മിക്കവാറും ഏതിൽ മാത്രമാണ് വരുള്ളൂ. നമുക്ക് ഏത് ഫേലിന്റെയും മഫ്ഊല് വസനം എടുക്കാം. പക്ഷെ കോമൺ ആയിട്ട് ഭാഷയിൽ ലാസിമായ ഫേലിൽ നിന്ന് അങ്ങനെ മഫ്ഊല് വരൂല. കാരണം എന്താ? മഫ്ഊൽ ഉണ്ടാവില്ല. മഫ്ഊൽ ഏതിനുണ്ടാവുക? ഏത് ഫീൽഡിലെ മഫ്ഊൽ ഉണ്ടാവുക? മുത്തഅദ്ദിക്ക് ഉണ്ടാവുന്നു. മുതഅദ്ദിയായ, യെസ്, മുതഅദ്ദിയായ ഫീൽഡിൽ മാത്രമാണ് മഫ്ഊൽ ഉണ്ടാവുക. അപ്പൊ മുതഅദ്ദി ആയിട്ടുള്ള ഫീൽ എന്ന് പറയുന്നത് പിന്നെ മഫ്ഊലിലേക്ക് വിട്ട് കിടക്കുന്ന ഫീലാണ്. അപ്പൊ അത്തരം വാക്കുകളിൽ നിന്ന് മാത്രമേ ഇസ്മു മഫ്ഊല് രൂപപ്പെടുത്തുള്ളൂ. എന്നാൽ അതല്ലാതെ ഇപ്പൊ നമുക്ക് ജലസ, മജുലൂസിൻ എന്ന് പറയാം, പക്ഷെ അതങ്ങനെ യൂസേജ് ഉണ്ടാവില്ല. ഓക്കെ, فتدل كلمة مفتوح على ما وقع عليه فعل الولد. വലത്, ഇവിടെ വാതിൽ തുറന്നത് കുട്ടിയാണ്. ആ കുട്ടി ചെയ്ത പ്രവൃത്തി എന്താണ്? ഫതഹ, തുറക്കുക. എന്തിനെയാണ് തുറന്നത്? ബാബിന്. അപ്പൊ ഇവിടെ തുറക്കപ്പെട്ടത് എന്താണ്? വാതിലാണ്. അപ്പൊ തുറക്കപ്പെട്ട വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽബാബ് മഫ്തൂഹൻ, തുറക്കപ്പെട്ടു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഇനി കൈഫിയത്ത് സിയാഗത്ത് ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അപ്പൊ കൈഫ യുസ, അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, 2-3 തരത്തിലൊക്കെ ചോദിക്കാം. കൈഫ യുസാവു ഇസ്മുൽ മഫ്ഊൽ, കൈഫ യുസാവു, അങ്ങനെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഇസ്മുൽ മഫ്ഊൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക? അല്ലെങ്കിൽ എന്താണ്? കൈഫ യുഷ്തഖു ഇസ്മുൽ മഫ്ഊൽ, ഇസ്മുൽ മഫ്ഊൽ എങ്ങനെ ഇഷ്തിഖാഖ് ചെയ്യപ്പെടും എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ പറയാം, മാ ഹുവ വസ്നു ഇസ്മുൽ മഫ്ഊൽ, ഇസ്മുൽ മഫ്ഊലിന്റെ വസ്ൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ കൈഫിയത്തു സിയാഗത്ത് ഇസ്മുൽ മഫ്ഊൽ, ഇങ്ങനെ പല രൂപത്തിലും ചോദിക്കാം. ചോദ്യത്തിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലാക്കണം. എന്താണ് യുസാവുൽ ഇസ്മുൽ മഫ്ഊൽ? അപ്പൊ അതിന്റെ ആൻസർ ആണ് ഒന്ന്, മിനൽ ഫിഅലി സുലാസി, സുലാസിയായ ഫീലിൽ നിന്നാണെങ്കിൽ അല വസ്നി മഫ്ഊലുൻ, മഫ്ഊൽ വസ്നിലായിരിക്കും സുലാസി 3 അക്ഷരമുള്ളത്. മസലൻ ഫഅല നസറ ഫിഅലുൻ സുലാസിയാണ്, അതുകൊണ്ട് യുസാവു മിൻഹു അൽ മഫ്ഊൽ അല വസ്നി മഫ്ഊൽ ഫയസീറു മൻസൂർ, നസറ മൻസൂർ, കതബ മക്തൂബ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ഇസ്മു ഫായില് ഗൈറു സലാസി എന്ന് എടുത്തതുപോലെ തന്നെ ഇസ്മു മഫ്ഊലും ഗൈറു സലാസി എന്ന് എടുക്കും. ഗൈറു സലാസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാണ് ഗൈറു സലാസി എന്നോട് പറയും. എന്താണ് ഗൈറു സലാസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3 എത്ര അക്ഷരം അക്ഷരങ്ങൾ ഉണ്ടാവും? 3 അക്ഷരമുള്ള വാക്കല്ലാത്തത്. ഉള്ളത്. 3-ൽ 3 കൂടുതലുള്ളത്. അക്ഷരങ്ങൾ അല്ലാത്തതാ. 3 അക്ഷരം ഇല്ലാത്ത 3-ൽ കൂടുതലുള്ളത്. കൂടുതലുള്ളത്. കൂടുതൽ അപ്പൊ എത്ര എണ്ണം വരും മാക്സിമം? 6 6 വരെ. യെസ്. 6 അതില് 4 അക്ഷരം ഉള്ളത് ഉണ്ടാവും, 5 അക്ഷരം ഉണ്ടാവും, 6 അക്ഷരം ഉണ്ടാവും. അപ്പൊ അതിനെങ്ങനെയാണ്? അല വസ്നി ഇസ്മു ഫായിലിഹി, അതിന്റെ ഇസ്മു ഫായിലിന്റെ വസ്നിൽ തന്നെയാണ്, പക്ഷെ മാ ഫതഹി മാ ഖബ്ലൽ ആഖിറ, അതിന്റെ അവസാനത്തിന് മുമ്പുള്ള ഫതഹ് കൊടുക്കുക. അപ്പൊ ഇസ്മു ഫായിൽ എങ്ങനെ എടുക്കുക? അത് ആദ്യം അറിയണം. ഇസ്മു ഫായിൽ പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? മുലാരിന്റെ രൂപം എടുക്കുക. മുലാരിയുടെ ആദ്യത്തില് ലമ്മാക്കപ്പെട്ട മീം കൊടുക്കുക. അവസാനത്തിന് മുമ്പുള്ളതിന് കെസ്ർ കൊടുക്കുക. കെസ്ർ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? കെസ്റിന് പകരം എന്ത് കൊടുക്കുക? മഫ്ഊലാകുമ്പോ ഇല്ല, ലമ്മല്ല, ഫതഹ്. ഫതഹ്. നമുക്ക് ഉദാഹരണം നോക്കാം. ഞാൻ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതാം, നിങ്ങൾ അതിന് പറയണം. തഖാറബ, അതിന്റെ മുലാരി എന്തായിരിക്കും? തഖാറബ, യതഖാരിബു. യതഖാറബു, യതഖാറബു. ഓക്കെ, അപ്പൊ അതിന്റെ ഇസ്മു ഫായിൽ എങ്ങനെയായിരിക്കും? ഇസ്മു ഫായിൽ മുഖ്തരിബുൻ, ഖാരിബുൻ. ഇവിടെ എത്തക്കാറബല്ലേ മുലാരി. മുലാരിയിൽ വേറെ ഒറ്റ മാറ്റമില്ല. എന്ത് മാത്രമേ മാറുള്ളൂ? യതഖാറബ്. മുലാരിന്റെ ഖാരിബുൻ എന്നല്ലേ വരിക ഫായില്? അപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താണ്? ഇതിൽ എത്ര അക്ഷരം ഉണ്ട്? ഇതിന് 4 അക്ഷരം. 4 ഉള്ളൂ. 5 അക്ഷരം. താവ്, ഖാഫ്, അലിഫ്, റ, ബ, 5 അക്ഷരം ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 3-ൽ കൂടുതലാണെങ്കിൽ എന്താ പറഞ്ഞത്? ഇസ്മു ഫായില് തിയറി നമ്മള് നിയമം മാത്രം പഠിച്ചു പോയത്, അത് പ്രാക്ടിക്കലി. മുലാരിന്റെ അക്ഷരത്തിന് പകരം മീമിന് കൊടുക്കുക.
എന്നിട്ട് അപ്പം മുക്കാരിബുൻ എന്ന വരിക. അവസാനത്തതിന് അപ്പൊ മുമ്പുള്ളതിന് താവ് ഇങ്ങോട്ട് പോയി. കെസറ കൊടുക്കുക. എനിക്ക് 1 മിനിറ്റ്. താവ് ഇങ്ങോട്ട് പോയി. തായനെ കളഞ്ഞിട്ട് മീം കൊടുക്കല്ലേ? താവല്ല കൊടുക്കുന്നത്. ഇവിടെ മുലാരിയിലെ അക്ഷരം ഏതാണ്? യാഇനെ കൊടുത്ത് താ- കളഞ്ഞിട്ട് മുത്തക്കാരിബുൻ താഴല്ലേ? മുത്തഖാരിബുൻ മുത്തഖാറബുൻ എന്നാണ് സാറേ. എന്നുള്ള അടുത്തുനിന്ന് ആ, യായിനെ കളയും. ആ, യായിനെ കളഞ്ഞിട്ട് ഞാൻ കളഞ്ഞു. ലമ്മുള്ള മീമിനെ കൊടുക്കും. യെസ് കൊടുത്തു. ലമ്മുള്ള മീമിനെ കൊടുത്തിട്ട് ബായിന്റെ അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള മുത്തഖാറബുൻ കെസറ കൊടുക്കും. അപ്പൊ മുത്തക്കാരിബുൻ. ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ഓൾറെഡി ഉള്ളത് എന്തായിരിക്കും? മുത്തഖാറബുൻ. മുത്തക്കാറബുൻ. യതഖാറബു എന്നായിരുന്നു. തഖാറബ യതഖാറബു തഫാഅലു. അപ്പൊ ഇവിടെ ഓൾറെഡി ഫതയായിരുന്നു. അപ്പൊ ആ ഫതയ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? കെസ്റ കൊടുക്കണം. അപ്പൊ കൊടുക്കണം. മുത്തക്കാരിബൻ എന്നായി. അപ്പൊ ഇസ്മു ആക്കണം. നമുക്ക് എന്ത് ചെയ്യണം? അതേപോലെ യതഖാറബ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സോറി, മുത്തക്കാറബൂന. എന്നാണോ? യെസ്. അപ്പൊ ഇവിടെ യാ കളഞ്ഞിട്ട് ലൊമ്മുള്ള മീൻ കൊടുത്തു. ഫതഹാക്കാം. മുത്തഖാറബുൻ. ഓക്കെ. ഇനി വേറൊന്ന്. തഖദ്ദസ. വേണ്ട, തഖദ്ദസ വേണം. മുത്തഖാദ്ദസ്. ഖദ്ദസ. ഖദ്ദസ യുഖദ്ദിസു. മുത്തഖാദ്ദിസുൻ. അതിന് മുത്തഖാദ്ദിസുൻ. മുത്തക്കാ കൊടുക്കുക. ഒരു അലിഫൊക്കെ എവിടെ നിന്ന് വന്നേ? യുഖദ്ദിസു മുതാരി ഇതാണ്. മുഖദ്ദിസ്. യുഖദ്ദിസുൻ മുളാരി. യുഖദ്ദിസു. അപ്പൊ ഇസ്മു ഫായില് യാവിന് പകരം മുഖദ്ദിസുൻ. യെസ്, മുഖദ്ദിസുൻ. മുഖദ്ദസുൻ. മുഖദ്ദിസുൻ. ഇസ്മഫൂല് മുഖദ്ദസുൻ. മുഖദ്ദസുൻ. ഓക്കെ. അപ്പൊ മനസ്സിലായോ? ഇനി വേറെന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് ത്വാലബ. ത്വാലബ യുത്വാലിബു. യുത്വാലിബു അല്ലെ? യുത്വാലിബു. മുത്താലിബുൻ. യെസ്, മുത്താലിബുൻ. മുത്താലബുൻ. മുത്താലിബുൻ. ഫായില്. മുത്താലബുൻ മഫൂല്. ഓക്കെ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി ഒന്നുകൂടി പറയാം. ഇസ്തഗ്ഫറ. ഓക്കെ. ഞാൻ വേറെ ഒന്നുകൂടി പറയാം. അടുത്തത് ഇഅ്ശൗശബ എന്ന് പറഞ്ഞേ. ഇഅ്ശൗശബ അതിന്റെ മുതാരി എന്താ അറിയോ? മുശൗശിബുൻ ഫായില്. അപ്പൊ ഇങ്ങനെ ഏത് കിട്ടിയാലും കിട്ടണം. ഇനി വേറെ എന്താ പറയാം? ഇജ്ലബദ. മുജ്ലവ്വിദുൻ മുജ്ലവ്വദുൻ. വേറൊന്ന് ഇസ്ലങ്ക. മുസ്ലങ്ക. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇതുപോലെ ഏത് 4 ആണെങ്കിലും 5 ആണെങ്കിലും 6 ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ എളുപ്പമാണ്. ഒന്ന് മുലാരിയില് കെസ്ർ കൊടുക്കുക. സോറി, ഇസ്മു ഫായില് കെസ്ർ കൊടുക്കുക. ഇസ്മു മഫ്ഊലില്
ഫത്ത കൊടുക്കുക. അതിങ്ങനെ ആലോചിച്ചാലും മതി, അതിന്റെ മജ്ഹൂലാവുമ്പോ എങ്ങനെ നമ്മൾ പഠിച്ചില്ലേ, ഫെയില് മജ്ഹൂൽ ആലോചിച്ചാൽ മതി. ഫെയില് മജ്ഹൂലാവുമ്പോ സ്വാഭാവികമായിട്ടും മുതാരിയുടെ അവസാനത്തിൽ എന്താ ഉണ്ടാവുക, അവസാനത്തിന് മുമ്പ് ഫത്തയല്ലേ ഉണ്ടാവുക, അല്ലേ? ഓക്കെ അല്ലെ. അപ്പൊ ഇതുപോലെ മനസ്സിലാക്കിയാലും അത് രണ്ടാളൊരു രൂപം നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാം. അപ്പൊ ومن غير الثلاثي على وزن اسم فاعله مع فتح ما قبل الاخر. مثلا فاعل അക്രം എടുത്തിട്ടുണ്ട്, ഫിഅ്ലുൻ റുബായിയാണ്. ഫയസാഗു മിൻഹു ഫിഅ്ലുൻ റുബായി എന്ന് പറഞ്ഞാൽ ഇവിടെ 4 അക്ഷരം ഉള്ളതുകൊണ്ട് ഉണ്ടോ, ശരിക്കും അക്രമ എന്നുള്ളത് റുബായി ആയ ഫീലല്ല. അക്രമം എന്താണ്? സുലാസി മസീദ് ഫീ ആണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. എന്താണ് റുബായി എന്ന് പറഞ്ഞാൽ ശരിക്കും? 4 അക്ഷരമുള്ളതല്ലേ? യഥാർത്ഥത്തില് കൂടുതലാണോ? ശരിക്കും റുബായി എന്ന് പറഞ്ഞാലേ സർഫിൽ അങ്ങനെയാണ് പറയേണ്ടത്. ഇതില് ഈ റുബായി എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഇവിടെ റുബായി എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഇവിടെ ഉദ്ദേശം ഇവിടെ അപ്പൊ പക്ഷെ നമ്മൾ മനസ്സിലാക്കുക 4 അക്ഷരമുള്ളതിന് ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞാണ്. ശരിക്കും ഇസ്തിലാഹിയായിട്ട് സാങ്കേതികമായിട്ട് സർഫിൽ റുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ 4 അക്ഷരവും ഒറിജിനൽ അക്ഷരങ്ങളായിരിക്കും, പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല. ഉദാഹരണത്തിന് സൽസല, إذا زلزلت الأرض زلزالها لا زلزلة. ഇതിലെ 4 അക്ഷരം എന്താണ്? ദഹ്റജ. ഈ 4 അക്ഷരം, ഇതിൽ കാണുന്ന ഈ 4 അക്ഷരം ഒറിജിനൽ അക്ഷരം, ഒന്നും പുറത്തുനിന്ന് അഡീഷണലി എക്സ്ട്രാ കൊണ്ടുവന്നല്ല. അതേ സമയത്ത് അക്രമയില് 4 അക്ഷരം കാണുന്നുണ്ട്. ഇതില് ഒറിജിനൽ അക്ഷരം എത്രയേ ഉള്ളൂ? കറുമ, 3 അക്ഷരമേ ഉള്ളൂ. ഫഅല അല്ലേ? അലിഫ് എന്താണ്? ഹംസ, ആദ്യം കാണുന്ന അലിഫ് അത് എക്സ്ട്രാ അക്ഷരമാണ്. ഇതുപോലെ കറുമ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും, കറമ അല്ലെ, കറമ. ഇപ്പൊ ഇവിടെ റാ അഡീഷണൽ 4 അക്ഷരമാണ്. അപ്പൊ ഇതിന് പറയുന്നത് സുലാസി എന്നാണ്. സുലാസി മസീദ് ഫിഹി എന്നാണ് പറയാം. 2 തരാണ്, സുലാസി മുജറദ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, വീണ്ടും പറയാണ് ഒന്നുകൂടി. സുലാസി മുജറദ് എന്ന് പറഞ്ഞ ഒറിജിനൽ 3 അക്ഷരം ഉള്ളത്, റുബായി മുജറദ് ഒറിജിനൽ 4 അക്ഷരമുള്ളത്. ഇതിനാണ് സുലാസി റുബായി. ഇങ്ങനെ 2 കാറ്റഗറിയാണ് മുജറദിൽ ഉണ്ടാവും. പിന്നെ വരിക സുലാസി മസീദ്, മസീദ് ഫിഹി. മസീദ് ഫിഹി എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. മസീദ് ഫിഹി, റുബായി, മസീദ് ഫിഹി. പിന്നെ നമ്മൾ ഇവിടെ ഇടയ്ക്ക് റുബായി, ഹുമാസി, സുദാസി എന്നൊക്കെ പറയുന്നത് അതിന്റെ എണ്ണം ജസ്റ്റ് ഒന്ന് പരിഗണിച്ചുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, എന്തായാലും പോട്ടെ. അക്രമ എന്നുള്ളതിന് 4 അക്ഷരം ഉണ്ട്. അതുകൊണ്ട് ഇസ്മുൽ മഫ്ഊൽ ബിതഹ്വീലിഹി അവ്വലൻ ഇലാ വസ്നി ഇസ്മു ഫാഇലിഹി. ആദ്യം അതിനെ ഇസ്മു ഫാഇലിന്റെ വസ്നിലേക്ക് മാറ്റുന്നു, അതായത് മുക്രിമുൻ എന്നാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? സുമ്മ യഫ്തഹു മാ ഖബ്ല ആഖിരി, എന്നിട്ട് അതിന്റെ അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹ കൊടുക്കുന്നു. ഫയസിറു മുക്റമുൻ, മുക്റമുൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ കുറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നസറ, നുസിറ, നാസിർ, മൻസൂർ. അമില, ഉമില, ആമില്, മഅമൂല് ഇസ്മു മഫ്ഊലാണ്. പിന്നെ ഹബസ, മഹ്ബൂസ്. ഫതഹ, മഫ്തൂഹ്. അക്രമ, മുക്രമുൻ. ഖാതല, മുഖാത്തിലുൻ. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അത് ശരിയാണോ തെറ്റാണോ? ടെക്സ്റ്റിലോ ഇസ്മു മഫ്ഊല് മുഖാത്തിലുൻ എന്നാ കൊടുത്തിട്ടുള്ളത്, ശരിയാണോ തെറ്റാണോ? ഖാതല, കൂത്തില, മുഖാത്തിലുൻ എന്ന് ഇസ്മു ഫാഇൽ. ഓക്കെ, ഇസ്മു മഫ്ഊല് മുഖാത്തിലുൻ എന്നാണോ? മുക്കാത്തലുന്നാണോ? അല്ല, മുഖാത്തലുൻ എന്നാണ് സാറേ. മുഖാത്തലുൻ എന്നാണ് ഫതഹാണ് ശരി. വേണ്ടത് വായന. ഫതഹാണ് കൊടുക്കേണ്ടത്, അപ്പൊ അത് തിരുത്തുക. മുഖാത്തലുൻ. ദറബ, ദുരിബ. ദറബ യുദരിബു, മുദരിബുൻ കസ്ർ. പിന്നെ മുദറബുൻ. മുദറബുൻ. ഓക്കെ, അബ്ഹറ, ഉബ്ഹിറ, മുബ്ഹിറുൻ ഇസ്മു മഫ്ഊല് മുബഹറുൻ. മുബ്ഹറുൻ. അല്ലമ, ഉല്ലിമ, മുഅല്ലിമുൻ, മുഅല്ലമുൻ. മുഅല്ലമുൻ. യെസ്. അപ്പൊ ഇസ്മുൽ മഫ്ഊൽ ഇസ്മുൻ മുഷ്തഖു മിനൽ ഫഇലിൽ മജ്ഹൂൽ ലിദലാലത്തി അലാ മൻ വഖഅ അലൈഹി. ഫഇൽ സംഭവിച്ച ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി മജ്ഹൂലായ ഫഇലിൽ നിന്നും മുഷ്തഖായിട്ടുള്ള അതും കൂടി കൊടുക്കണ്ടോ, അലാ വസ്നി മഫ്ഊൽ എന്നോ മിന സുലാസി അലാ വസ്നി മഫ്ഊൽ. അതും കൂടി നിങ്ങൾ അതിന്റെ കൂടെ പഠിക്കണം. ഏത്? ഈ കൈഫിയത്ത് സിയാഗത്ത്, ഇത് രണ്ടും, സുലാസീനും വൈറു സുലാസീനും. ഓക്കെ, പിന്നെ ഇവിടെ കുറെ കാറ്റഗറി ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ എഴുതാം. അപ്പൊ നിങ്ങൾ സുലാസി ആണോ വൈറു സുലാസി ആണോ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ കുറെ ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ട് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റഗറിയിലേക്ക് പോകണം. സിഫത്തുൽ മുഷബ്ബഹ.
ഇത് കേട്ടിട്ടുണ്ടോ സിഫത്ത് മുഷബഹ എന്നുള്ളത്? ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ കേട്ടിട്ടുണ്ടോ? സിഫത്ത് മുഷബഹ കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിഫത്ത് പഠിച്ചിട്ടുണ്ടോ? സിഫത്ത് വിശേഷം. വിശേഷണം, ഒരു നാമവിശേഷണാണ്, അജക്റ്റീവ് ആണ്. അപ്പൊ ഇസ്മാണ്. ഇസ്മുകളിൽ തന്നെ ചില ഇസ്മുകൾക്ക് ഒരു ഇസ്മ ഞാൻ പറയാം, കിതാബ്. കിതാബ് എന്നുള്ള ഇസ്മും അതേപോലെ തന്നെ ഫാത്തിഹുൻ, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഇസ്മാണ് അല്ലെ? കിതാബ് ഇസ്മല്ലേ? യെസ്. യെസ്. ഇതില് കിതാബ് എന്നുള്ളത് കിതാബ് കിതാബിന്റെ ഒരു വസ്തുവിന്റെ പേരാണ് അല്ലെ? ഒരു വസ്തുവിന്റെ പേര്. അതേ സമയത്ത് ഫാത്തിഹുൻ എന്ന് പറഞ്ഞാല് അതും ഇസ്മ തന്നെയാണ്, ഫെയിലല്ലല്ലോ, ഹർഫും അല്ല, പിന്നെ എന്താണ്? ഇസ്മാണ്. പക്ഷെ ആ ഇസ്മിന്റെ മീനിങ്ങിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വിശേഷണത്തിന്റെ അർത്ഥം അല്ലെ? ഫാത്തിഹ എന്ന് പറയുന്ന അർത്ഥം തുറക്കപ്പെട്ടത്. തുറക്കപ്പെട്ടതോ? അപ്പൊ നമ്മളിപ്പോ ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊലൊക്കെ മുന്നേ പഠിച്ച തുറക്കപ്പെട്ടവൻ. നോ. തുറന്നതാണ്. തുറന്നവൻ. അപ്പൊ ഇസ്മുൽ ഫായിൽ ഇസ്മു മഫ്ഊൽ പഠിച്ച ഉടനെ തന്നെ ഇങ്ങനെ തെറ്റാൻ പാടില്ല. തുറന്നവൻ. സോറി. തുറക്കുന്നവൻ, ഫാത്തിഹ്, തുറക്കുന്നവൻ അല്ലെങ്കിൽ തുറന്നവൻ, ഓപ്പണർ, വിജയിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഫാത്തിഹൻ. അപ്പൊ ജാലിസിന്റെ അർത്ഥം എന്തായിരിക്കും? ഇരിക്കുന്നവൻ. ഇരിക്കുന്നവൻ. യെസ്. അപ്പൊ ഈ ഇരിക്കുന്നവൻ. അപ്പൊ ഇതിലൊരു എന്തുണ്ട്? ഒരു വിശേഷണം ഉണ്ട് അല്ലെ? ഫാത്തിഹുൻ, തുറക്കുന്നവൻ, ഒരു വിശേഷണം, ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി സൂചിപ്പിക്കുന്ന ഒരു ഇസ്മു കൂടിയാണ്. അതാണ് സിഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്മുകളിൽ എന്തുണ്ട്? ഇസ്മുകളിൽ സിഫത്തായിട്ട് വരുന്ന ഇസ്മുകളുണ്ട്. സിഫത്തായിട്ട് വരുന്ന ഇസ്മുകളുണ്ട്. അത് ഇസ്മുൽ ഫായിലും ഇസ്മു മഫ്ഊലൊക്കെ അങ്ങനെ സിഫത്തായിട്ട് വരുന്ന വിശേഷണങ്ങളാണ്, സിഫത്തായിട്ട് വരുന്ന ഇസ്മുകളാണ്. നാമവിശേഷണം എന്നാണ് മലയാളത്തിൽ അതിന് പറയാം. അജക്റ്റീവ് എന്നൊക്കെ പറയില്ല നമ്മൾ ഇംഗ്ലീഷില്. അങ്ങനെ അജക്റ്റീവ് ആയിട്ട് വരുന്ന ഇസ്മുകളാണ്. ഓക്കെ. അതുപോലെ ഇസ്മു ഫായിലിനോടൊക്കെ സമാനമായിട്ട് വരുന്ന എന്നാൽ ഇസ്മു ഫായിലിന്റെ വസിൻ അല്ലല്ല. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം. എന്താണ്? അന സഈദുൻ. എന്താ അർത്ഥം? അന സഈദുൻ ജിദ്ദൻ. ഞാൻ വളരെയധികം സഹായിക്കുന്നവനാണ്. ഞാൻ വളരെയധികം സഹായിക്കുന്നവനാണ് എന്നോ? അതോ അല്ല, അങ്ങനെയാണോ പറയല്ലേ? നമ്മള് അങ്ങനെ പറയല്ലേ? പ്രസംഗിക്കുമ്പോ പറയല്ലേ അന സഈദുൻ ജിദ്ദൻ അൻ അഖൂമ അമാമകും ബിഹാദിഹിൽ ഖുത്ബത്തിൽ വജീസ. സഹായിയാണ്. സന്തോഷം. സന്തോഷം. യെസ്, ഐ എം വെരി ഹാപ്പി ആണ്. അന സഈദ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരാളെ ബർത്ത്ഡേ ആണെങ്കിൽ അയാളോട് എന്താ പറയാ? ഈദ് മീലാദ് സഈദ്. സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നുള്ള അർത്ഥം. അന സഈദുൻ അസ്അദല്ലാഹു ഔഖാതകും. അല്ലാഹു നിങ്ങളുടെ ദിവസങ്ങളെയൊക്കെ വളരെയധികം നല്ല മനോഹരമാകട്ടെ. അപ്പൊ സഈദ് എന്നുള്ള അങ്ങനെയാണ്. അന സഈദുൻ ജിദ്ദൻ, അന ഫർഹാൻ, അന പിന്നെ മസ്റൂർ എന്നൊക്കെ പറയുന്ന പോലെ അന സഈദ്. അപ്പൊ സഈദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തോഷവാൻ എന്നാണ്. പക്ഷെ നമ്മൾ സന്തോഷവാൻ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളവൻ എന്നല്ല അർത്ഥം അല്ലേ? സന്തോഷമുള്ളവൻ എന്നല്ല അർത്ഥം. സന്തോഷമുള്ളവൻ, അതായത് സന്തോഷം എന്ന പ്രവൃത്തി സംഭവിച്ച ഒരാളുടെ മേൽ അറിയിക്കുന്നു അല്ലടോ. ഹസീൻ എന്ന് പറയുന്ന അർത്ഥം ദുഃഖിതൻ എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടായിട്ടുണ്ട് അയാൾക്ക്. അപ്പൊ ദുഃഖം ആരിൽ നിന്നുണ്ടായി? അയാളുടെ മേൽ അറിയിക്കുന്ന വേടല്ലേ? അതെ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്നു ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാലും അതേപോലെ ഒരു അർത്ഥമാണ് പറഞ്ഞത് അല്ലെ? ആരിൽ നിന്നാണോ ഒരു പ്രവൃത്തി സംഭവിച്ചത് അതിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി. ഇപ്പൊ ജാലിസിന്, ഇരിക്കുന്നവൻ, അതുപോലെ. അപ്പൊ പക്ഷെ ഇവിടെ ഇതുപോലുള്ള വേർഡ്സുകൾ ഉണ്ട്. പക്ഷെ ഇത് ഫായിൽ വസിനിലാണോ വന്നിട്ടുള്ളത്? അല്ല. അപ്പൊ ഫായിൽ വസിനിന്റെ അല്ലാതെ ഇങ്ങനെ ഒരു ചില വേർഡ്സുകളുണ്ട്, ഒരു സിഫത്തിന്റെ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിശേഷണത്തെ അറിയിക്കുന്ന, അത് തന്നെ വെറും വിശേഷണമല്ല, എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വിശേഷണം അറിയിക്കുന്ന. ഇപ്പൊ ജാലിസ് എന്നൊക്കെ പറഞ്ഞാൽ, ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കുഴപ്പമുണ്ട്. എന്താ അറിയോ? ഈ ജാലിസ് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ എന്താവും? എണീക്കും, കായുമാവും, എപ്പോഴും ഒരേപോലെ ആയിരിക്കുമോ? അതേ സമയത്ത് അലിം എന്നൊക്കെ പറഞ്ഞാല്
എൽമുണ്ടായ പിന്നെ അയാൾ ആലിം തന്നെ ആയിരിക്കും അല്ലെ, ആലിം. അതേപോലെ തന്നെ അങ്ങനത്തെ ചില സാധനങ്ങളുണ്ടാവും, എപ്പോഴും ഉണ്ടാവും, സ്റ്റാറ്റിക് ആയിട്ട് എന്നും നിലനിൽക്കുന്ന, എന്നും പറഞ്ഞാൽ ആപേക്ഷികം ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥിരമായ ഒരു അവസ്ഥയിൽ ഈ ഒരു വിശേഷണത്തെ അറിയിക്കുന്ന ചില വേർഡ്സുകൾ ഉണ്ട് അറബിയിൽ, എന്നാൽ അത് ഇസ്മു ഫായിലിന്റെ വസനിൽ അല്ല. അപ്പൊ അതുകൊണ്ടാണ് അസിഫത്തു അൽ മുഷബ്ബഹ. ഇത് മുഴുവൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അസിഫത്തുൽ മുഷബ്ബഹത്തു. മുഷബ്ബഹ എന്ന് പറഞ്ഞാല് എന്താ പറയാ, സദൃശ്യമാക്കപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയാ സിമിലർ ആക്കപ്പെട്ട. എന്തിനോട് സിമിലർ ആയിട്ടുള്ള? അൽ മുഷബ്ബഹ ഇസ്മഫൂലാണ് മുഷബ്ബഹ അല്ലെ. ഏതിന്റെ ഇസ്മഫൂലാണ്? നമ്മൾ സർപ്പെടുക്ക വീണ്ടും. ഷബ്ബഹ യുഷബ്ബിഹു മുഷബ്ബിഹുൻ ഇസ്മുൽ അൽ ഇസ്മുൽ മഫ്ഊല് മുഷബ്ബഹുൻ. മുഷബ്ബഹിന്റെ മുഅന്നസ് ആണ് മുഷബ്ബഹത്ത്. അപ്പൊ സമാനമാക്കപ്പെട്ട, സദൃശമാക്കപ്പെട്ട. എന്തിനോട്? അപ്പൊ സദൃശമാക്കണമെങ്കിൽ എന്തിനോടെങ്കിലും വേണ്ടേ? സിമിലർ വിത്ത് അൽ ബിൽ ബിസ്മിൽ ഫാഇൽ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. അത് ചുരുക്കി പറഞ്ഞാണ് ഇസ്മുൽ ഫായിലിനോട് സമാനമായ സിഫത്തുകൾ. അതായത് ഇസ്മുൽ ഫായിലിന്റെ അർത്ഥത്തിൽ വരുന്ന ചില സിഫത്തുകളുണ്ട്, ചില ഇത്തരം വാക്കുകളുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചിലതൊക്കെ. ഹസീൻ, അതേപോലെ സഈദ്, അതുപോലെ പിന്നെ ഹസിനുൻ എന്ന് പറയും. ഹസിനുൻ നമ്മൾ ഇങ്ങനെ പറയില്ല. ഹസൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഹസൻ, ഹസൻ, ഹസൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? നല്ലത്, നല്ലവൻ അല്ലെ, നല്ലവൻ, ഭംഗിയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. ഹസനുൻ ഇന്നഹു റജുലുൻ ഹസനുൻ, അവൻ നല്ലവനാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളവനാണ് എന്നൊക്കെ പറയാം. ഹസനിന്റെ ഹസനുൻ എന്ന ഏത് വാക്കുന്ന വരുന്ന അറിയോ? നോ, ഹസുന. ഹസുന എന്നാണ് അതിന്റെ ഫില്. ഹസുന ഫഉല വസ്ന. ഹസുന ഫഉല, അതിന്റെ മുതാരി എന്തായിരിക്കും അപ്പോ? നോ, ഫഉല യഹ്സുനു. യഹ്സുനു. യാ ഹസുന യഹ്സുനു. യഹ്സുനു, സോറി, യഹ്സുനു. ഹസുന യഹ്സുനു, അതിനാണ് എന്ത് വരുന്നത്? അപ്പൊ ഇതിന്റെ ഇസ്മു ഫായിൽ എന്തായിരിക്കും ശരിക്കും? ഹസുന യഹ്സുനുലെ നോ. ഇസ്മുൽ ഫായിൽ ഇതിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരം ഉണ്ടോ? ഹസുന എന്നുള്ളതിൽ 4 അക്ഷരം ഉണ്ടോ? ഹസുനയിൽ എത്ര അക്ഷരം ഉണ്ട്? 3 അക്ഷരം. 3 അക്ഷരം. അപ്പൊ അതിന്റെ ഇസ്മു ഫായിൽ എങ്ങനെ പറയും? അലവസിനെ ഹാസിനുൻ. ഹാസിനുൻ. നാം ഹാസിനുൻ. ഇതാണ് ശരിക്കും ഇതിന്റെ ഇസ്മു ഫായിൽ. പക്ഷെ നിങ്ങൾ എപ്പോഴാലും ഹാസിനുൻ എന്ന് പറയാറുണ്ടോ? ഇന്നഹു റജുലുൻ ഹാസിനുൻ പറയാറുണ്ടോ? അമലുൻ ഹാസിനുൻ എന്ന് പറയാറുണ്ടോ? പിന്നെന്താ പറയല്? ഹസൻ എന്നാണ് പറയല് അല്ലെ. പകരം ശരിക്കും അതിൽ നിന്ന് വരേണ്ടത് ഹാസിനുൻ എന്നാണ്. അതിന്റെ ഇസ്മു ഫായിൽ ഹാസിനുൻ എന്നാണ്. അതാഹു ഇസ്മു വലദി ഹാസിനുൻ. ഹസുന യഹ്സുനു, ഹാസിനു. പക്ഷെ അപ്പൊ ഹസൻ എന്നുള്ള അതിന്റെ ഈ ഒരു അർത്ഥം, നന്മയുള്ളവൻ, ഭംഗിയുള്ളവൻ എന്നൊക്കെ അർത്ഥം നമ്മൾ ഹസൻ എന്നാണ് ഉപയോഗിക്കാറുള്ളത് ശരിക്കും. അപ്പൊ ഹാസിൻ എന്നതിന്റെ അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹസൻ എന്നത്. മാത്രമല്ല, ഹാസൻ എന്നത് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണ് എന്ത്? ഹസൻ എന്നത്. കാരണം അവൻ എപ്പോഴും നല്ലതാണ്. ഹസൻ എന്നുള്ളതിൽ ആ ഭംഗി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി, നല്ലത് എന്നുള്ള ക്വാളിറ്റി എപ്പോഴും നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഹസൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്തരം വേർഡ്സുകൾക്കാണ് എന്ത് പറയുന്നത്? സിഫത്ത് അൽ മുഷബ്ബഹ ബിസ്മിൽ ഫാഇൽ. അത് ചുരുക്കി പറഞ്ഞിട്ട് അസിഫത്ത് അൽ മുഷബ്ബഹ എന്ന് പറയും. ഓക്കെ, ഇനി നോക്കാം ഇവിടെ തന്ന ഉദാഹരണങ്ങളൊക്കെ. നജീബ് മഹ്ഫൂദ് കാത്തിബൻ മഷൂർ ഫിൽ അദബിൽ അറബി. നജീബ് മഹ്ഫൂദ് അറബി സാഹിത്യത്തില് പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. കാത്തിബൻ, ഇവിടെ കാത്തിബൻ എന്നല്ല. കാത്തിബ് ഏത് വാക്കിലാണ്? കത്തബയുടെ ഏതാണ്? കത്തബയുടെ അല്ലേ? കാത്തിബൻ ഇസ്മു ഫായിലാണ്. അൽ മുഅ്മിനു സാദിഖുൻ ഫി കലാമിഹി. മുഅ്മിൻ അവന്റെ സംസാരത്തിലൊക്കെ സത്യസന്ധനാണ്. സാദിഖ് എന്നുള്ളത് എന്താണ്? اسم فاعل من فاعل وزن اسم فاعل من صدق. لا صدق, സത്യം പറയുന്നവനായി. അലിംതു അന്നഹു മുഹ്സിൻ, അവൻ നല്ല മുഹ്സിൻ ആണ്, നന്മ ചെയ്യുന്നവനാണെന്ന് ഞാൻ മനസ്സിലാക്കി. മുഹ്സിൻ മിൻ അയ്യി ഫിഅലിൻ? മുഹ്സിൻ മുഫ്ഇൽ ബിവസ്ൻ മുഫ്ഇൽ. فأحسن يحسن محسن اسم فاعل من أحسن.
പക്ഷെ ഇനി ഇപ്പുറത്തുള്ള വാക്ക് നോക്ക്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. കാത്തിബ് ഇസ്മു ഫായിലാണ്, സാദിഖ് ഇസ്മു ഫായിലാണ്, മഹ്സൻ ഇസ്മു ഫായിലാണ്. പക്ഷെ ഇപ്പുറത്തുള്ള ഇതൊക്കെ ഒരു സിഫത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. എഴുതുന്നവൻ, സത്യം പറയുന്നവൻ, നന്മ ചെയ്യുന്നവനെ കൂടെ. അതേപോലെ താരിഖ് ബിൻ സിയാദ് ബത്വലൻ ഫി താരിഖ് അൽ ഇസ്ലാമി, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ഹീറോയാണ് താരിഖ് ബിൻ സിയാദ്. ബത്തൽ ഹീറോ, അതൊരു വിശേഷണാണല്ലേ, ഒരാളുടെ പ്രത്യേകതയുള്ള ഒരു വിശേഷണമാണ്. എപ്പോഴും ഹീറോയിസം നിലനിൽക്കുന്ന ഒരാളാണ് ബത്തലിൻ. അപ്പൊ ബത്തൽ എന്നുള്ളൊരു വേർഡ്. സാഹിബ് സാഹിബ് ഷഖ്സൻ കരീമൻ, സാഹിബ് നീ കൂട്ടുകൂടണം. ഷഖ്സൻ ഒരു വ്യക്തിയോട്, എങ്ങനത്തെ വ്യക്തിയോട്? കരീമൻ, കരീം എന്ന് പറ മാന്യനായി. മാന്യൻ, മാന്യൻ. അപ്പൊ മാന്യനായ, അപ്പൊ മാന്യനാവുക എന്നത് അതൊരു സിഫത്താണ്. ഇസ്മുഫായിൽ പറയുന്ന പോലെ തന്നെ മാന്യനായ. ഖാലിദുൻ, ഖാലിദ്. താലിബൻ ഫത്തിനുൻ, ഫാത്തിനുൻ അല്ല ഫത്തിനുൻ. ഫത്തിനുൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനായ വിദ്യാർത്ഥിയാണ് ആര്? ഖാലിദ്. ഫത്തിൻ എന്ന് പറഞ്ഞാല് ബുദ്ധിയുള്ളവൻ, സ്മാർട്ട് അല്ലെങ്കിൽ ക്ലവർ ബോയ്. അപ്പൊ ഇവിടെ കണ്ടോ, എല്ലാം ഇപ്പുറത്തെ കോളത്തിൽ ബത്തല്, കരീം, ഫത്തിൻ എന്നുള്ളതൊക്കെ ഒരു വിശേഷണത്തിനെ സൂചിപ്പിക്കുന്ന ചില വേർഡ്സുകളാണ്. അത് വ്യത്യസ്തമായ വചനങ്ങളിലാണ് വരുന്നത്. ഇതുപോലെയല്ല ഇസ്മുഫായിലിന്റെ വചനങ്ങളെല്ലാം. ഓക്കെ, അതാണ്. حينما نتأمل في الكلمات التي تحتها خط نجد أن كل منها صفات مشتقة. ഇതെല്ലാം മുസ്തഖായ വാക്കുകളാണ്. ഏതൊക്കെ? തദുല്ലു അലാ മൻ ഫഅല الفعل, എല്ലാം ഒരു പ്രവൃത്തി ചെയ്ത ആളെയാണ് അറിയിക്കുന്നത്. അല്ലെങ്കിൽ അവിത്തസബിഹി, അല്ലെങ്കിൽ ആ പ്രവൃത്തി, ഇപ്പൊ ഹീറോയിസം എന്നുള്ള ഒരു പ്രവൃത്തി ഉള്ള ഒരാളാണ് ബത്തൽ. അല്ലെങ്കിൽ കരീം, കറമുള്ള ഒരാളാണ് കരീം. ഫത്തിൻ, ബുദ്ധിശക്തിയുള്ള ആ ഒരു പ്രവൃത്തി നിലനിൽക്കുന്ന ഒരാളാണ് ഫത്തിന്. فهل ترى أي فرق بين الكلمات الواردة في العمود الأول والكلمات الواردة في العمود الثاني? ഒന്നാമത്തെ കോളത്തിലും, അമൂദമാണ് കോളം, ഒന്നാമത്തെ കോളത്തിലും രണ്ടാമത്തെ കോളത്തിലുള്ള ഈ താഴെ വരയിട്ട വാക്കുകൾ തമ്മിൽ is there any difference? نعم, yes, هناك فرق. എന്താണ് ഫറക്ക്? أن الكلمات الواردة في العمود الأول, ഒന്നാമത്തെ കോളത്തിൽ വന്നിട്ടുള്ള വേർഡ്സുകൾ കാത്തിബ്, സ്വാദിഖ്, മഹ്സിൻ, കുല്ലുഹാ അസ്മാഉൽ ഫാഇൽ, എല്ലാം ഇസ്മു ഫായിലുകളാണ് അല്ലെ. കാത്തിബ് കതബ, സ്വാദിഖ് മിൻ സദഖ, മുഹ്സിൻ മിൻ അഹ്സന, കമാ ദറസ്തും സിയാഗതഹു ആനിഫൻ, നമ്മളത് പഠിച്ചു കഴിഞ്ഞു. വൽ കലിമാത്തുൽ വാരിദ ഫിൽ അമൂദ് അസ്സാനി, രണ്ടാമത്തെ കോളത്തിൽ വന്നത് കരീം, ബത്തൽ, ഫത്തിൻ, കുല്ലുഹാ സിഫാത്തുൻ, എല്ലാം സിഫത്തുകളാണ്. സിഫത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ വിശേഷണം, ഒരു ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന വേർഡ്സുകളാണ്. അത് വറദത് ഫീ സിയാഗിൻ മുഖ്തലിഫ, എന്നാൽ അല്ല, വ്യത്യസ്തമായ സിയകളാണ്. ഫത്തിൻ എന്നുള്ളത് ഏത് വചനെ? ഫഈലുൻ എന്നാണ് അല്ലെ. ഫത്തിനുൻ എന്നുള്ളത് ഏത് വചനാണ്? ഫത്തിനുൻ. ഫഈലുൻ. ഏതുപോലെ? അതിന് വേറൊരു ഉദാഹരണം പറയാം. ഹസീനുൻ, ദുഃഖിതനാണ്. ഹസീനുൻ എന്ന് പറയും. ഹസീനുൻ, ഹസീൻ എന്ന് പറയുന്ന പോലെ തന്നെ ഹസീനുൻ. ഫരിഹുൻ, ഫരിഹ് എന്ന് പറയും, സന്തോഷവാനാണ്. ഫരിഹുൻ, അത് വചന് ഫഈലുൻ വചനം ഉണ്ടോ. അപ്പൊ കരീം എന്നുള്ള ഏതാ വചനെ? കരീം ഫഈലുൻ, ഫഈലുൻ വചനാണ്. അപ്പോ ബത്തലോ? ഫഅലുൻ. ഫഅല എന്ന് പറയുന്നത് ഫഅലുൻ. ഫഅലുൻ, യെസ്. പിന്നെ ഓക്കെ, فكل صفات كدورة في سير مثل هذه الصفات تسمى صفة مشبهة. ഇതിനാണ് അസിഫത്തുൽ മുശബ്ബഹ എന്ന് പറയുക. ഇത്തരം വാക്കുകൾ കണ്ടോ. സിഫത്തുൽ മുശബ്ബഹ സിഫത്തുൻ ബിമാന ഇസ്മുൽ ഫാഇൽ, ഇസ്മു ഫാഇലിന്റെ അർത്ഥത്തിലുള്ള സിഫത്തിനാണ് സിഫത്തുൽ മുശബ്ബഹ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അസിഫത്തുൽ മുശബ്ബഹ ബിമാദ ബി ഇസ്മുൽ ഫാഇൽ. ഓക്കെ, മുഷ്തഖും മിൻ മസ്ദറിൽ ഫഇൽ, ആ ഫഇലിന്റെ മസ്ദറിൽ നിന്നും ഇഷ്തിഖാഖ് ചെയ്യപ്പെട്ട അത് ഒരു മസ്ദർ. ഇപ്പൊ ഫത്തിൻ, ഫത്തൻ എന്നുള്ള മസ്ദർ എന്ന് വരുന്നതാണ്. കറം എന്ന് വരുന്നതാണ് കരീം എന്ന് പറയുന്നത്. ഹുസ്നിൽ നിന്ന് വരുന്നതാണ് ഹസീൻ അല്ലെങ്കിൽ ഹസിൻ. ഫറഹിൽ നിന്ന് വരുന്നതാണ് ഫരിഹ്. പിന്നെ ഹുസ്നിൽ നിന്ന് വരുന്നതാണ് ഹസൻ. ഓക്കെ, അങ്ങനെ ഏത് വാക്കെടുത്താലും അങ്ങനെ കാണും. മിനൽ മസ്ദറി അൽ ഫഇൽ ലാസിം, ലാസിമായ ഫഇലിന്റെ മസ്ദർ ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ഫഇലുകളൊക്കെ മിക്കവാറും എന്തായിരിക്കും? ലാസിം ആയിരിക്കും. ലാസിം നിങ്ങൾക്ക് അറിയാലോ. ഈ പറയപ്പെട്ട വ്യക്തിയിൽ മൗസൂഫ്, മൗസൂഫ് എന്ന് പറയുന്ന വിശേഷണത്തിൽ ലഭിക്കപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി, അതിൽ സ്ഥാപിതായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അതിൽ സ്ഥിരപ്പെട്ട, അതിൽ എപ്പോഴും കൂടുതൽ സമയത്ത് നിലനിൽക്കുന്ന ഒരു സിഫത്താണ്. കുറച്ചു നേരം ടെമ്പററി ആയിട്ടുള്ളതല്ല, ക്ഷീണിതനാവുക അങ്ങനെയൊന്നല്ല, എപ്പോഴും ഉള്ള. സിഫത്തുൽ മുശബ്ബഹ കസീറതൻ, ഇങ്ങനെ സിഫത്തുൽ മുശബ്ബഹ ധാരാളമായിട്ട് വരും. തർക്കീബിൽ കലാം ഫി മവാലി അൽ മുബ്തദ വൽ ഖബർ, മുബ്തദയുടെ ഖബറിലേക്ക് മുബ്തദയായിട്ട് വരാം, ഖബറായിട്ട് വരാം, ഫായിലായിട്ട് വരാം, മഫ്ഊലായിട്ട് വരാം, മുദാഫ് ആയിട്ടൊക്കെ വരാം. പല സമയങ്ങളിലും വരുന്ന ഒരു വേർഡാണിത്. മസലൻ ഫിൽ ജുംലത്തിൽ അല്ലത്തി വറദത് ഫിൽ അമൂദ് അസ്സാനി, രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ബത്തൽ എന്ന് പറയല്ലോ, അവിടെ എന്താണ്? ഖബറാണ്. താരിഖ് ബിൻ സിയാദ്
ബത്തലൻ ഖബറാണ്. കലിമത്തു ബത്തൽ സിഫത്തുൻ മുഷബ്ബഹ. ബത്തൽ എന്നത് സിഫത്ത് മുഷബ്ബഹയാണ്. വറദത് ഫി മൗദിഉൽ ഖബർ ഫി തർക്കിബിൽ. ഇനി ഇതിന്റെ വസനുകളുണ്ട്. നമ്മൾ സിഫത്ത് മുഷബ്ബഹക്ക് കുറച്ച് വസനുകൾ അതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഏതുപോലെ ഇസ്മു ഫായില് പോലെ വ്യത്യസ്തമായിട്ടുള്ള വസനുകളാണ് സാധാരണ ലാംഗ്വേജിൽ വരാറുള്ള ചില വസനുകൾ. ഫഇലുൻ, ഫഇലുൻ, ഫഇൽ എന്നുള്ളതിന് കുറച്ച് ഉദാഹരണങ്ങൾ. ഹദിറുൻ, ഫരിഹുൻ, ഫതിനുൻ. ഇതൊക്കെ ഹദിർ എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവൻ, ഫരിഹ് സന്തോഷമുള്ളവൻ, ഫതിനുൻ ബുദ്ധിയുള്ളവൻ എന്നൊക്കെയാണ്. അഫ്അലുൻ, അഫ്അല എന്നല്ല, അഫല എന്ന് പറയുമ്പോൾ ഫീലാണ്. അഫ്അലുൻ നമ്മുണ്ട് കേട്ടോ അവസാനം. അഫ്അലു അല്ലെങ്കിൽ അഫ്അലു. അഅ്വർ, അഅ്വർ, അഷ്ഹബ്, അഹ്ദബ്. ഇതൊക്കെ ചില ശാരീരികമായ ക്വാളിറ്റികളെ സൂചിപ്പിക്കാം. അഅ്വർ എന്ന് പറഞ്ഞാല് എന്താ പറയാ കോങ്കൺ എന്നുള്ളതെന്നൊക്കെ പറയും. അഷ്ഹബ് എന്ന് പറഞ്ഞാല് നിറാണ്, ഒരു പ്രത്യേക ചാര നിറമുള്ളത്. അഹ്ദബ് എന്ന് പറഞ്ഞാല് പൂനൻ എന്നൊക്കെ പറയും. ഒക്കെ ശാരീരിക വൈകല്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഇത്തരം. അഷ്ഹബ്, അഹ്ദബ് നമ്മള് മുതുകൊക്കെ വളഞ്ഞു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കാണ് അഹ്ദബ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഫഅലാൻ. ഫഅലാൻ എന്ന് പറയുന്നത് മൽആൻ നിറഞ്ഞവൻ, എന്തെങ്കിലും ഒരു കാര്യം ഫിൽഡ് ആയിട്ടുള്ള ആള്. അത്ഷാൻ ദാഹമുള്ളവൻ. സക്രാൻ മത്തായ ആള്, വെള്ളം അടിച്ച് മത്തായ ആൾക്ക് സക്രാൻ എന്ന് പറയില്ലേ. ഒക്കെ ഒരു സിഫത്തിനെ സൂചിപ്പിക്കും. ഫഈൽ, ഫഈൽ വസനിൽ വരും. കരീം പറയും, അലീം പറയും, ഫസീർ പറയും. അതേപോലെ നമ്മൾ പറയുന്നത് അലീം, അള്ളാഹു അലീമാണെന്നൊക്കെ പറയില്ലേ. ബസീർ, യെസ്. ഫഅലുൻ വേറെന്താണ് ഫഅലുൻ, നടുവിൽ സുക്കൂൻ ആട്ടോ, മധ്യത്തിലെ ഐനും സുക്കൂൻ. ഫഅൽ എന്നല്ല ഫഅലുൻ. നേരത്തെ ഒന്ന് ഫഅലുൻ പറഞ്ഞു ബത്തൽ പോലെ, ഇത് ഫഅലുൻ. ഷഹ്മുൻ, ഷഹ്മുൻ എന്ന് പറഞ്ഞാൽ ആള് നല്ല ധീരനായിട്ടുള്ള ഒരാളാണ്. ലഹ്മുൻ ഭയങ്കര ഭീമാകാരനായിട്ടുള്ള വലിയൊരു മനുഷ്യൻ, അതിനാണ് ലഹ്മ എന്ന് പറയുന്നത്. ഹസ്മ, ഹസ്മ എന്ന് പറഞ്ഞാൽ പ്രതി, നമ്മള് വാദിയും പ്രതി എന്നൊക്കെ പറയില്ലേ, കുറ്റവാളി. ഹസ്മ. മറ്റൊന്നാണ് ഫുആൽ വസ്നി, ജുബാൻ ധീരു എന്നർത്ഥം. ഹുമാം എന്ന് പറഞ്ഞാല് നല്ല പിന്നെ ധൈര്യമുള്ള ആള്. ഹുമാം, റജുലുൻ ഹുമാം എന്ന് പറയും. ഉലാല്, ഉലാൽ എന്ന് പറഞ്ഞാല് പിന്നെ എന്താണ് മറന്നുൻ ഉലാൽ എന്നൊക്കെയാണ് പറയാം. ഒരു ക്ഷീണമുള്ള ബുദ്ധിമുട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഉലാല് പറയാം. അതായത് ഭയങ്കര ക്ഷീണിതമായിട്ടുള്ള, ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള, ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ടി ആയിട്ടുള്ള എന്നുള്ള അർത്ഥം കേട്ടോ. ഉലാൽ എന്ന് പറഞ്ഞാല് ഫഅല്, ഫഅലുൻ, ഫഅല എന്നല്ല ഫഅലുൻ. ബത്തല് ഷറഫ് യസർ കണ്ട, ഷറഫ് അതാ ഷറഫുല്ലേ, എനിക്കൊരു ഒരു ഷറഫാണ്. യസർ എളുപ്പമുള്ളതാണ്. ബത്തല് ധീരനാണ്. ഫുഅലുൻ മറ്റൊന്ന് ഫുഅലുൻ, ഹുൽവുൻ കണ്ടോ, നമ്മള് ഹുൽവുൻ മധുരമുള്ളതാണെന്ന് പറയില്ലേ, അതാ ഹുൽവുൻ. സുൽബ് ഉറച്ചതാണ്. ഹുറുൻ സ്വതന്ത്രനാണ്. ഇതൊക്കെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സിഫത്തിന്റെ ക്വാളിറ്റിയുടെ മേലെ അറിയിക്കുന്ന വേർഡ്സുകളാണ്. അപ്പൊ ഇതാണ് സിഫത്ത് മുഷബ്ബഹ. അപ്പൊ സിഫത്തുൽ മുഷബ്ബഹ സിഫത്തുൻ, സിഫത്താണ് ബിമാന ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ ഫാഇലിന്റെ അർത്ഥത്തിൽ വരുന്ന സിഫത്താണ്. മുഷ്തഖത്തുൻ മിൻ മസ്ദറിൽ ഫഅലി, ഒരു ഫഅലിന്റെ മസ്ദറിൽ നിന്നാണ് അത് ഇസ്തിഖാത്ത് വരിക. അല്ലാസിം എങ്ങനത്തെ ഫീലാണ്, ആദ്യം നല്ല കൂടുതൽ ലാസിം എന്നാണ് വരിക. എന്നാൽ ചില സമയത്തൊക്കെ മുത്താഅദ്ദിന്ന് വരാറുണ്ട് കേട്ടോ, അങ്ങനെ തീരെ വരാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ലിതദുല്ല അലാ സിഫത്തിൻ സാബിത, സാബിത്തായ ഒരു സിഫത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. സാബിത്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന അർത്ഥം, ഉറച്ച, മൗസൂഫ്. മൗസൂഫ് എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണോ പറയുന്നത്, ആ വ്യക്തിയിൽ അത് ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന് പറയാം. യെസ്, വേറെ കുറച്ച് വാക്കുകളൊക്കെ തന്നിട്ട് മനസ്സിലായോ എന്താണോ സിഫത്ത് മുഷബ്ബഹ എന്ന് മനസ്സിലായല്ലേ? ഒരു സംശയം, ഈ നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞാലും സിഫത്തിന്റെ അതേ അർത്ഥം തന്നെയാണോ? വിശേഷണം തന്നെയല്ലേ? അർത്ഥം വിശേഷണം തന്നെയാണ്. പക്ഷെ പിന്നെ നാറ്റ് എന്ന് പറയുമ്പോൾ സിഫത്ത് എന്ന് പറയുന്നത് എന്താണോ അറിയോ, നമ്മള് ഏതൊരു ഇതേപോലെ ഒരു വിശേഷണത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കൊക്കെ നമുക്ക് സിഫത്ത് എന്ന് പറയാം. നാറ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ അതൊരു കാറ്റഗറിയാണ്. ഏതുപോലെ നമ്മള് പിന്നെ ഫായില്, മഫ്ഊല്, മുബ്തദ, ഖബർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നഹ്വിന്റെ ഒരു തർക്കീബാണ് നാറ്റ്. ഒന്നൊന്നിന്റെ നാറ്റ് മൻഊത്ത് എന്ന് പറയുന്നത്. അർത്ഥം തന്നെ ഉണ്ടോ? അർത്ഥം രണ്ടും വിശേഷണം തന്നെയാണ് അർത്ഥം. നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പൊ ഒരു വസ്തു കലമുൻ ജമീൽ എന്നുള്ളതിന് നമുക്ക് കലമിന ജമീലുൻ ഭംഗിയുള്ള പേന. അപ്പൊ ജമീൽ എന്നുള്ള എന്താണ്? നാഴത്താണ് അല്ലെ? നാഴത്ത്. അതിന് നമുക്ക് എന്തും പറയാം, സിഫത്താണെന്ന് പറയാം. അപ്പൊ മൻഊത്തിനോ മൗസൂഫ് എന്ന് പറയാം. രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതിന് ആയത്ത് കുറച്ചുകൂടി
ടെക്നിക്കലി വേണം. ജൗആൻ വിശക്കുന്നവൻ, താഇബുൻ താഇബുൻ ഫഅയിലുൻ വസ്ന താഇബുൻ ക്ഷീണമുള്ളവൻ, ഖബീഹുൻ ഖബീഹ് എന്ന് പറഞ്ഞാൽ മോശം, വിരൂപനായ, ഷുജാ കണ്ടോ ഷുജാ ഫുആൽ വസ്ന ഷുജാ ധീരനായവൻ, മൽആൻ ഖലഖുൻ ഖലഖ് എന്ന് പറഞ്ഞാല് അസ്വസ്ഥതയുള്ളവൻ, ടെൻഷൻ ആയിട്ടുള്ള ആള്. അപ്പൊ അതൊക്കെ സെന്റൻസിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇനി നമ്മള് അടുത്തും കൂടി പറയാട്ടോ. ഒക്കെ എങ്ങനെ കുറെ വസനുകളാണ്, അതൊന്നും വസനുകളൊന്നും പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇസ്മു തഫ്ലീൽ എന്ന് പറയും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ്സ് വേണമെങ്കിൽ പറയാം ഇസ്മു തഫ്ലീൽ. നമ്മള് ബാങ്ക് കൊടുക്കുമ്പോൾ പറയാറില്ല, എന്താ പറയല്? അല്ലാഹു അക്ബർ. യെസ്, അള്ളാഹു കഴിഞ്ഞിട്ട് എന്താ പറയല്? അക്ബർ. അവിടെ ഒരു വാക്ക് പോയി അല്ലെ, അക്ബർ എന്ന് പറ ഏറ്റവും വലുത്. ഇപ്പൊ പറയണം മുഹമ്മദുൻ അക്ബറു മിൻ ജാബിർ. മുഹമ്മദ് ജാബിറിനേക്കാൾ വലിയവനാണ്. അപ്പൊ അക്ബർ ഒന്നൊന്നിനേക്കാൾ വലുതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നൊന്നിനേക്കാൾ അതിന്റെ ആ ക്വാളിറ്റി. ഇപ്പൊ നമ്മൾ ഇതൊക്കെ സിഫത്തുകളാണ്. ഇസ്മു തഫ്ലീലിന് സിഫത്ത് തന്നെയാണ്. ആ സിഫത്തില് ഒന്നിനേക്കാൾ കൂടുതലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇസ്മു തഫ്ലീൽ. തഫ്ലീൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഒന്നിനെ ശ്രേഷ്ഠമാക്കുക എന്നാണല്ലോ തഫ്ലീൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് ചെറുതാണെന്ന് പറയാം. ചെറുത് എന്ന് പറയുന്നത് അസ്ഗർ അല്ലെ, അസ്ഗർ. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇപ്പൊ മുഹമ്മദുൻ അസ്ഗറു മിൻ ജാബിർ എന്ന് പറഞ്ഞാല് സിഗർ ആർക്കാണ് കൂടുതലുള്ളത്? മുഹമ്മദിനാണ് അല്ലെ. അതിന്റെ ചെറുപ്പം കൂടുതൽ ആർക്കുള്ളത്? അപ്പൊ മുഹമ്മദ് ഏറ്റവും ചെറുതാണെന്ന് അർത്ഥം, ജാബിറിനേക്കാൾ ചെറുതാണ്. നമ്മള് ഡിഗ്രി എന്ത് പറയുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയില്ലേ? ഗ്രേറ്റർ, ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റസ്റ്റ്, അങ്ങനെ പറയില്ലേ? ഇപ്പൊ ഹിസ് ടാളർ ദാൻ, ടാളസ്റ്റ് എന്ന് ഉപയോഗിക്കുന്ന പോലെ അറബിയിലുള്ള ഒരു പ്രയോഗമാണ് ഇസ്മു തഫ്ലീൽ. നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി മറ്റൊക്കെ പ്രയോഗിക്കുന്നവര്. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ആണ്, ദ മോസ്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പോ അക്ബർ എന്ന് പറയും. അതേ സമയത്ത് മിന്ന് വെച്ച് പറഞ്ഞാല് ഗ്രേറ്റർ ദാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഓക്കെ, അജ്മലു മിൻ, അജ്മൽ മിൻ എന്ന് പറഞ്ഞാല് ഈസ് ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ ദാൻ, ഇവനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ താമൽ ഫിൽജുകളില്ലാതെ അൽ ബഹർ ഔസഅ മിൻ അൻ-നഹർ, കടല് നദിയേക്കാൾ വിശാലമാണ്. കണ്ടോ, നദിയേക്കാൾ ഔസഅ. അപ്പൊ രണ്ടിനും വിശാലത ഉണ്ട്. ഈ രണ്ട് സാധനം, ബഹർ വിശാലതയുണ്ട്, നെഹ്റും വിശാലതയുണ്ട്. താരതമ്യേന ഏറ്റവും കൂടുതൽ വിശാലത ഏതിനാണ്? രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ബഹറിനാണ്. രണ്ടിലും വിശേഷണം ഉണ്ടാവും, രണ്ടിലും ഉണ്ടാവണം, എന്നാലേ അങ്ങനെ തഫ്ലീൽ പറയാൻ പറ്റുള്ളൂ. ഹു അക്ബർ മിന്നി സിന്നൻ, അവൻ എന്നേക്കാൾ വയസ്സും കൂടുതലുള്ളവനാണ്. ഹുവ അക്ബർ മിന്നി, അക്ബർ മിന്നി, അവൻ എന്നേക്കാൾ വലിയവനാണ്. എന്തില്? സിന്നൻ, വയസ്സിനാൽ. ഖൈറുൻ നാസി, ജനങ്ങളിൽ ഏറ്റവും നല്ലവനാണ്. അംഫഅഹും ലിന്നാസി, ജനങ്ങളുടെ ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്, ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അംഫഅഹും, ഏറ്റവും ഉപകാരമുള്ള. ഇപ്പൊ രണ്ട് രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചത്. ഒന്ന് അക്ബർ മിന്ന് വെച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഔസഅ മിന്ന് വെച്ചിട്ട് പറഞ്ഞു. മറ്റൊന്നോ അതിനെ നേരെ ഇലാഫത്ത് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണം പറയാണ്, ക്ലാസ്സിൽ ഏറ്റവും എന്താ പറയാ, ക്ലാസ്സിൽ ഏറ്റവും വലുത് ആരാണ്? മുഹമ്മദാണ് എന്നങ്ങനെ പറയും. മുഹമ്മദ് ക്ലാസ്സിൽ ഏറ്റവും വലുതാണ്. അപ്പൊ നമുക്ക് പറയാം മുഹമ്മദ് അക്ബറുത്തുല്ലാബി. അപ്പൊ ഇലാഫത്ത് ചെയ്ത് പറയാം അക്ബറുത്തുല്ലാബ്, വിദ്യാർത്ഥികളിൽ ഏറ്റവും വലുതാരാ? മുഹമ്മദാണ്. മുഹമ്മദ് ഫിൽ ഫസ്ലി. അതേ സമയത്ത് മുഹമ്മദ് പിന്നെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയേക്കാൾ വലുതാണെന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയണം? മുഹമ്മദ് അക്ബറു മിൻ. മുഹമ്മദ് അക്ബർ മിൻ വേറെ അഹ്മദ്. യെസ്, അപ്പൊ വ്യത്യാസം മനസ്സിലായി എങ്ങനെയാണോ ഉപയോഗിക്കുക. പിന്നെ ചില സമയത്ത് ഇങ്ങനെ അലിഫ്ലാം ഇട്ടിട്ട് പറയും മുഹമ്മദ് ഹുവൽ അക്ബർ. അവനോട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹുവൽ അക്ബർ, അവൻ ഏറ്റവും വലുതാണെന്നുള്ളത്, അവനാണ് ഏറ്റവും വലുത്. അവനെ കമ്പയറത്തിന് അവിടെ മിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാവരേക്കാളും. അങ്ങനെയും പറയാറുണ്ട്. പല രൂപത്തില് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഏതായാലും അതിന്റെ വസൻ എന്താന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇസ്മു തഫ്ലീലിന്റെ വസൻ എന്താണ്? അഫ്അൽ വസൻ. യെസ്, അഫ്അൽ വസനിൽ വരുന്ന ഒരു വേർഡാണ് ഇസ്മു തഫ്ലീൽ എന്ന് പറയുന്നത്. اوكي، لاحظ الكلمات التي تحتها خط. الجملة الأولى البحر أوسع من النهر تشير إلى أن البحر والنهر كلاهما واسع.
ഇവിടെ പിന്നെ ബഹറും നെഹ്റും രണ്ടും എന്താണ് തുഷീറുല സൂചിപ്പിക്കുന്നു. അന്നൽ ബഹ്റ നെഹ്റത്തിലാഹുമ വാസിൻ, രണ്ടും വിശാലമാണ്. ലാക്കിൻ അൽ ബഹ്റ യഫൂഖു നെഹ്റ, പക്ഷെ കടൽ പുഴയേക്കാൾ ഉയർന്നു നിൽക്കുന്നു. ഫി സിഫത്തിൽ തഅതി, വിശാലത എന്ന ആ ഒരു ക്വാളിറ്റിയിൽ കടലാണ് പുഴയേക്കാൾ കൂടുതൽ മുമ്പന്തിയിൽ നിൽക്കുന്നത്. ഫാദിൽ കലിമ ഔസ അക്ബർ അംഫ എന്നുള്ള വാക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അംസാലോ തുസമ്മ ഇസ്മു തഫ്ലീൽ, അതുപോലെയുള്ള വാക്കുകൾ അഫ്ലൽ, അഫ്ലൽ എന്നാണ് ഇത് വരുന്നത്. അഫ്ലലു തഫ്ലീൽ, അഫ്അലു തഫ്ലീൽ എന്നൊക്കെ പറയാം. ഉണ്ടാവും ഇസ്മു തഫ്ലീൽ അഫ്അലു തഫ്ലീലോ അല്ലെങ്കിൽ അഫ്ലലു തഫ്ലീൽ എന്നൊക്കെ പറയും. തഫ്ലീലിന്റെ അഫ്അൽ എന്ന് പറയും. ഫയകൂന അലാ വസ്നി അഫ്അൽ, അഫ്അൽ വസ്നിലാണ് ഇത് വരിക. അപ്പൊ ഇസ്മു തഫ്ലീൽ എന്താണ്? ഇസ്മൻ യദുല്ലു അലാ അന്ന ഷൈഅൻ ഇഷ്തറക ഫി സിഫത്തിൻ, രണ്ട് വസ്തുക്കൾ ഒരു ക്വാളിറ്റിയിൽ, ഇപ്പൊ രണ്ടും മധുരമുള്ളതാണ്. ഏതൊക്കെ മധുരമുള്ളത്? ഉദാഹരണത്തിന് എന്താ പറയാ, രണ്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സാധനങ്ങൾ. ഇപ്പോ ആപ്പിളിനും മധുരമുണ്ട്, അതേപോലെ പിന്നെ അതിലേറെ മധുരമുള്ളത് എന്താ ഉള്ളത്? ആപ്പിളിലേറെ മധുരമുള്ള, ഓറഞ്ചിന് ആപ്പിളിനാ മധുരം കൂടുതൽ? പനസ്, മുന്തിരി, മുന്തിരി, പനസ്, പനസ്, പനസ് വേണം. അനന്നാസ ഉദ്ദേശിച്ച് ചക്ക, 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 ചക്കക്ക് ചക്കക്ക് പനസ് എന്നാ പറയല്. അനന്നാസ് പൈനാപ്പിൾ ആണ്. അനാനസ് അനാസ്, പൈനാപ്പിൾ, പൈനാപ്പിൾ, അനാനസ് പനസാണ് പൈനാപ്പിൾ, ചക്ക. സാധാ പനസ്. ചക്ക. ചക്കക്ക് പനസ് എന്നുള്ളത് വളരെ എന്താ പറയാ സാധാരണ ഉപയോഗിക്കാറില്ല. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ടോ അല്ലേ പനസ് എന്ന് പറഞ്ഞിട്ട്? സ്കൂളിൽ പഠിപ്പിക്കലുണ്ട് സാറേ. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ചക്ക. പഠിച്ചത് പനസുണ്ടാ, പനസും ചക്ക. ചക്കക്ക് വേറെ വേർഡാണ് ഉപയോഗിക്കാറില്ല അറബികൾ. പറയാം കാക്കയ, കാക്കയ എന്നാണ് പറയാ ചക്ക. കാക്കയാന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. പനസ് എന്നുള്ളത് വളരെ ഒരു റയർ വേർഡാണ് ശരിക്കുള്ള. തുഫാഹത്ത് ഹുലുമൻ പനസ് എന്ന് പറയും. മിന്റ്, ഓക്കെ പോട്ടെ. ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രണ്ടിലും ഒരേപോലെ നിൽക്കുന്നു. ഇപ്പൊ മധുരം എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്നിനെ കൂടുതൽ പറയണം. ഇപ്പൊ എന്താ പറയാ, അൽബുർത്തക്കാൽ അഹ്ലാ മിന തുഫാഹ, അഹ്ല ഏറ്റവും കൂടുതലുള്ളതാണ്. രണ്ടിലും വേണം എന്നർത്ഥം. വസാദ അഹദുമാ അലൽ ആഖർ, ഒന്നൊന്നിനേക്കാൾ കൂടുതലാണ് ഫി തിൽക സിഫത്തി. ഇനി യുസാഹു ഇസ്മു തഫ്ലീൽ മിനൽ ഫഇലിൽ മുതവഫിർ ഫീഹി ശുറൂത്തുൽ ആതി, ഇസ്മു തഫ്ലീൽ എടുക്കണമെങ്കിൽ ആ ഫഇലിന് ചില പ്രത്യേക ക്വാളിറ്റീസ് ഒക്കെ വേണം. ആ ക്വാളിറ്റീസ് ഇപ്പൊ നിങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല, നോക്കാം പറഞ്ഞു. ഒന്ന് അയ്യക്കൂൻ അൽ ഫഇൽ സുലാസീന, അത് എളുപ്പം മനസ്സിലാക്കാം അല്ലെ. സുലാസിയായ ഫീൽ ആവുക. സുലാസിയ ഫീൽ എന്ന് പറയുന്നത് മൂന്ന് മൂന്നക്ഷരം ഉള്ളത് അത്രേ ഉള്ളൂ. വല യുസാഹു ഇസ്മു തഫ്ലീൽ മിനൽ റുബാഇ വൽ ഖുമാസി വസ്സുദാസി, അപ്പം 4 അക്ഷരമോ 5 അക്ഷരമോ 6 അക്ഷരം ആണെങ്കിൽ അതിൽ നിന്ന് എടുക്കൂല. ഉദാഹരണത്തിന് എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞു അതൊന്നും വരില്ല. അതേ സമയത്ത് മിനൽ അഖ്ദസ് എന്ന് പറയും. അഖ്ദസ് ഏറ്റവും പരിശുദ്ധമായത്, അതിന്റെ 3 അക്ഷരമുള്ള വാക്കിൽ നിന്നാണ് എടുക്കുള്ളൂ. കാരണം അഫ്അൽ എന്നുള്ളത് ഏത് വസ്നിനാ വരുന്നത്? 3 അക്ഷരമുള്ളതിനാ വരുന്നത്, ഫഅല. പിന്നെ അയ്യക്കൂനൽ ഫഇൽ മഅറൂഫ്, രണ്ടാമത്തേത് ഫഇൽ മഅറൂഫ് ആയിരിക്കണം, മജ്ഹൂൽ എന്ന് പറയില്ല. അപ്പോ ഏറ്റവും വെറുക്കപ്പെടുന്നത് എന്നുള്ള രൂപത്തിൽ അങ്ങനെ പറയില്ല, സോറി പെടുക എന്നുള്ള അർത്ഥത്തിൽ. നമ്മള് ഉദാഹരണത്തിന് കുത്തിബ എന്ന് പറയില്ലേ, അതിന് അക്തബ് എന്ന് പറഞ്ഞാല് ഏറ്റവും എഴുതപ്പെടുന്നത് എന്നല്ല അർത്ഥം വരെ, ഏറ്റവും കൂടുതൽ എഴുതുന്നത് എന്നുള്ള അർത്ഥത്തിൽ അക്തബ് എന്നാണ് ഇത്. പല തഫ്ലീൽ മിനൽ ഫഇലിൽ മജ്ഹൂൽ, മജ്ഹൂൽ എന്ന് എടുക്കാൻ പാടില്ല, രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ ഫഇൽ അയ്യക്കൂന ഫഇൽ താമ്മൻ, ഫഇൽ താമ്മായിരിക്കണം. താമാവുക എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് നാഫിസ് ആണ്. നാഫിസ് ആയ ഫീൽ ഏതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. നാഫിസ് പറയുമ്പോൾ ഓർക്കുന്നുണ്ട്. നാഫിസ് ആയ ഫീൽ എന്ന് പറയുന്നത് യെസ്, കാന സോറ കാന അഖ്വാത്തിലൊക്കെ നമ്മൾ അവിടെ നാഫിസ് എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞത്? കാരണം അതിന് ഫായിലും മഫ്ഊലും ഒന്നും ഉണ്ടാവില്ല. അതിനാണ്
നാക്കിസ് എന്ന് പറയാം. താമായ ഫെയിൽ എന്ന് പറഞ്ഞാൽ അതിന് ഫായിലും മഫ്ഊൽ ബിഹിയൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് താമായ ഫെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ വലാ യുസാഖു മിനൽ അഫ്ആലി നാക്കിസ മിസ്ൽ കാന വ അഖ്വാത്ത്. കാന അഖ്വാത്ത് പോലെ നാക്കിസായ ഫീലുകളിൽ നിന്ന് എന്ത് വരില്ല? ഈ അഫ്ലൽ വരില്ല. അപ്പൊ അഖ്വൻ എന്ന് സാധാരണ കാനയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കൂല. സാറയുടെ അസ്വർ പറയില്ല, ലൈസയുടെ ഔൽ അങ്ങനെ പറയില്ല. പിന്നെ അയക്കൂനൽ ഫെയില് മുത്തസരിഫൻ. നാലാമത്തെ പോയിന്റ് മുത്തസരിഫ് ആയിരിക്കണം. ഫെയില് മുത്തസരിഫ് എന്ന് പറഞ്ഞാൽ സർഫാക്കാൻ പറ്റുന്നത് എങ്ങനെ? ഫഅല, യഫ്അലു, ഫഅല, ഇസ്മു ഫായില് ഒക്കെ എടുക്കൂലേ? ഇസ്മു ഫായിൽ ഇപ്പൊ ഉദാഹരണത്തിന് കതബ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജലസ് പറയാം. ജലസ യജ്ലിസു ജൽസൻ ഫഹുവ ജാലിസുൻ വജുലിസ യജ്ലസു ജൽസൻ ഫഹുവ മജ്ലൂസുൻ അൽഅംറു ഇജ്ലിസ് ലിയജ്ലിസ് അല്ലെങ്കിൽ തജ്ലിസ് ലാ. അങ്ങനെ സർഫിന്റെ വിവിധ രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ അല്ലാത്ത ചില ഫീലുകളുണ്ട്. അതിൽ പെട്ടെന്നാണ് നമ്മൾ കാനസാറൊക്കെ അസ്ബഹ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ലൈസ പറയാറുണ്ട് അല്ലെ? ഇപ്പൊ ഒല ഇസ്ലാമിൽ ഫീലും ജാമിദി മിസ്ലു ലൈസ. ലൈസയുടെ മുതാരി ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ലൈസക്ക് മുതാരി കണ്ടിട്ടുണ്ടോ? അതുപോലെ അസ, ബിഇസ, നിഅമ എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ. അതുപോലെ അദ, ഹാഷ എന്നൊക്കെ പറയാനുള്ള ചില സാധനങ്ങൾ. അത്തരം ഫീലുകൾക്ക് മുതാരി ഒന്നും ഉണ്ടാവില്ല. ആ വാദി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് മൂലം. അപ്പൊ അതൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ അയക്കൂനൽ ഫെയില് മുസ്ബത്തൻ. മുസ്ബത്ത് ആവുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫെയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നെഫി ആയിരിക്കരുത്. നെഫി എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് കത്തബ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. മാ കത്തബ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടില്ല, അതിന് മംഫിയാണ്. ഫെയില് മംഫി എന്ന് പറഞ്ഞാൽ നെഫിയുടെ അഥവാത്തുകൾ ചേർന്ന് വരുമ്പോഴാണ് മംഫി ആവുക. ഇപ്പൊ ലം യക്തുബ് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ലൻ യൻസുർ സഹായിച്ചിട്ടില്ല. അപ്പൊ നെഫിയുടെ മീനിങ്ങിൽ നെഗറ്റീവ് മീനിങ്ങിൽ എന്ത് വരില്ല? അഫ്ലല് അഫ്അൽ വസ്ന് വരില്ല. വല ഇസാമിനൽ ഫെയിലിൽ മംഫി. മംഫിയായ അറിയാലോ, മംഫി മുസ്ബത്ത് മനസ്സിലായില്ലേ? മുസ്ബത്ത് അറ പോസിറ്റീവ് ഫെയില്, മംഫി നിറ അതിൽ മായോ അല്ലെങ്കിൽ ലെമ്മോ ലെന്നൊക്കെ വെച്ച് പറയുമ്പോഴാണ് മംഫിയാവും. പിന്നെ ആറാമത്തെ കണ്ടീഷൻ അല്ല തകൂന സിഫത്തു മിൻ ഫിഅലി അലാ വസ്നി അഫ്അല. അതിൽ സിഫത്ത് അലാ വസ്നി അഫ്അല ഫാഇല. അതിന്റെ മുഅന്നസ് കൂടി പറയണ്ടോ? അതായത് അലാ വസ്നി അഫ്അൽ. അഫ്അൽ വസ്നില് അതിന്റെ മുഅന്നസ് ഫാഇല, ഫഅല എന്ന വസ്നിൽ വരുന്ന ഒരു പിന്നെ സിഫത്ത് ഉണ്ട്. ഉദാഹരണത്തിന് അഹ്മർ. അഹ്മർ എന്ന് പറയാൻ എന്താ അർത്ഥം? ചുവന്നത്. ചുവന്നത്. ഏറ്റവും ചുവന്നത് എന്നാണോ? ഏറ്റവും ചുവന്നത് എന്നാണോ പറയാറ്? ചുവന്നത്. അസ്റഖ്. അസ്റഖ്. കളേഴ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാ? അസ്റഖ്, അഹ്ലർ, അഹ്മർ, അസ്വദ്, അബിയൽ ഒക്കെ. അതിന്റെ മുഅന്നസ് എന്താന്ന് അറിയോ? അഹ്മറിന്റെ മുഅന്നസ് ഹംറാ, അസ്റഖിന്റെ മുഅന്നസ് സർഫാ, അഹ്ലറിന്റെ മുഅന്നസ് ഹളറാ. അങ്ങനെയാണ് പറയാം. അപ്പൊ ആ വസ്നിൽ വരുന്നത് എന്തല്ല? സിഫത്ത് മുഷബ്ബഹ ആവില്ല. അത് സാധാരണ സിഫത്ത് മാത്രമാണ് വരിക. അഹ്മർ അല്ല, സിഫത്ത് മുഷബ്ബഹ അല്ല, സോറി, എന്താണ്? അഫ്ലല് വസ്നിലല്ല, അത് സാധാരണ സിഫത്താണ് വരിക. അയ്യക്കൂനൽ ഫിഅലു ഖാബിലൻ ലിത്തഫാവുലി വത്തഫാവുത്ത്. അതാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലോണം മനസ്സിലാക്കേണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഖാബിലൻ ലിത്തഫാവുലി വത്തഫാവുത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ചിലതുണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാവും, ചില ക്വാളിറ്റികൾ. ഉദാഹരണത്തിന് മരിച്ചു എന്ന് പറഞ്ഞു. ഒരാൾ മരിച്ചു, നന്നായി മരിച്ചു, കൂടുതൽ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? മരണം എന്നുള്ളത് ആ മരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൽ റൂഹ് പോവുക എന്നുള്ളതിൽ എല്ലാവരും സെയിം ആണ് അല്ലേ? അതേ സമയത്ത് ചിലര് ഭയങ്കര അപകടത്തിൽ മരിക്കുന്നതാണ് സുഖമരണം എന്നൊക്കെ പറയും അല്ലെ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നല്ല മരണത്തിന് വേണ്ടി. അങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു സാഹചര്യങ്ങളാണ് അതിൽ വ്യത്യാസം. അതേ സമയത്ത് റൂഹ് മരിക്കുക എന്ന ഒരു പ്രോസസ്സിൽ റൂഹ് പോവുക എന്നുള്ളതാണ്, അതിലെല്ലാം സെയിം ആയിരിക്കും. നശിക്കുക എന്നുള്ളതിൽ അതേപോലെ ഫന, നശിച്ചില്ലാതായി, ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അത് പിന്നെ ഒന്ന് കൂടുതൽ ഒന്ന് കുറവ് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഏറ്റവ്യത്യാസങ്ങള് പറയാത്ത, അങ്ങനെ ഏറ്റവ്യത്യാസങ്ങളെ സ്വീകരിക്കാത്ത ഫീലുകൾ. ഓക്കെ. തഫാവുലിനെ ഇങ്ങനെ ഒന്ന് ശ്രേഷ്ഠമാണ് മറ്റേതിനേക്കാൾ, ഒന്നിനേക്കാൾ കൂടുതലാണെന്ന് പറയാൻ പറ്റാത്ത ഫീലുകളിൽ നിന്ന് ഇസ്മു തഫ്ലീൽ പറയില്ല. മിസ്ൽ ഹലക. ഹലക എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ്. നശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാല്, നശിക്കുക എന്ന് പറഞ്ഞാല് നാശത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒന്ന് കുറച്ച് നശിച്ചിട്ടുള്ളൂ, ഒന്ന് കൂടുതൽ നശിച്ചത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അഹ്ലക്ക് എന്ന് ഉപയോഗിക്കാം. അപ്പോ അതിന്റെ അർത്ഥം ആ നാശം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. നശിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് നാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൂടുതൽ ഒന്ന് കുറവ് എന്ന് പറയാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഫനിയ. ഹലാക്ക് നമ്മൾ പറയുന്നത്. ഹലാക്ക് എന്നാണ് ഹലാക്ക് വരുന്നത്, മലയാളത്തിലേക്ക് വന്ന ഹലാക്ക്. ഫനിയ എന്ന് പറഞ്ഞാല്
പറ്റ ലയിച്ച് ചേരുക എന്നൊക്കെയാണ് അർത്ഥം. ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണൂല. ഗരിക്ക മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുക എന്നുള്ളത് വെള്ളത്തിൽ മുങ്ങിയ പിന്നെ അല്ലാതെ മുങ്ങൽ തന്നെ. പിന്നെ നമുക്ക് പറയാം ആഴം കൂടുതലും കുറവും പറയാൻ പറ്റും. ആഴം വെള്ളത്തിൽ മുങ്ങിയതിന്റെ ആഴം അത് വേറെ വേടാ, ആഴ്മക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യെസ്, ഓക്കെ. ഉദാഹരണങ്ങൾ ഇതാ. ഹാദിൽ മുഷ്കില അസ്ഹൽ മിൻ ഗൈരിഹ. അസ്ഹൽ. റാഷിദ് അത്വൽ മിൻ ഖാലിദ്. റാഷിദ് ഖാലിദിനേക്കാൾ നീളമുള്ളവനാണ്. ഈ പ്രശ്നം അസ്ഹൽ മിൻ ഗൈരിഹ മറ്റുള്ളവയേക്കാൾ എളുപ്പമാണ്. അൽ അസ്ൽ അഫ്ലൽ മിൻ അൽ അസീർ. തേന് ജ്യൂസിനേക്കാൾ നല്ലതാണ്. അപ്പൊ പറയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഫീലുകളൊക്കെ പറയണം. ഇപ്പൊ 7 ഷർത്തുകൾ പറഞ്ഞു. ഈ ഷർത്തുകൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോ അമ്മ ഇതഫഖദ വാഹിദ മിന ശുറൂത്തിൽ മദ്കൂറ, പറയപ്പെട്ട ഷർത്തുകൾ കണ്ടീഷൻസ് എന്തെങ്കിലും മിസ്സായാൽ എന്ത് ചെയ്യും? ഫയതവസ്സലു ഇല തഫ്ലീൽ ബിദിക്രി മസ്ദരിഹി. അപ്പൊ എന്നിട്ട് അതിന്റെ മസ്ദർ എടുത്ത് പറയാൻ പറ്റും നമുക്ക്. മൻസൂബൻ അല തമ്മീസ്, അതിനെ തമ്മീസ് ആക്കിക്കൊണ്ട് മസ്ദർ എടുത്ത് തമ്മീസ് ആക്കാം. ബഅദ അശദ്ദ ഔ മിസ്ലമ, അശദ്ദ പോലെയുള്ള ഏതെങ്കിലും. ഇപ്പൊ ഉദാഹരണത്തിന് അഹ്മർ പറ്റൂല എന്ന് പറയല്ലേ, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചുമപ്പുള്ളത് എന്ന് എങ്ങനെ പറയാം? ഹമ്മറ ആ അതായത് ഹമ്മറ അശദ്ദ ഹുംറത്തൻ, അശദ്ദു ഹുംറത്തൻ, ഹുംറത്തിനാൽ ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ അക്സർ ഹുംറത്തൻ, ഏറ്റവും കൂടുതൽ ഹുംറത്തുള്ളത്. അപ്പൊ അക്സർ എന്നുള്ള ഫീൽ അല്ല വേർഡ് അവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അശദ് എന്നുള്ളത് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അക്കല്ല് വെച്ചിട്ട് പറയാം അകല്ല് ഹുംറത്തൻ, ചുമപ്പ് കുറവുള്ളത് എന്നുള്ളതെങ്കിൽ അകല്ല് ഹുംറ. വേറെ അതിനെ സഹായിക്കാൻ പറ്റുന്ന വേറെ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയാം. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ ഹലാക്ക് പറയാൻ പറ്റൂല എന്ന് പറയാം. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറ്റും? അക്തർ ഹലാക്കൻ, ഏറ്റവും കൂടുതൽ. അപ്പൊ അതിന്റെ ഹലാക്കിന്റെ ഗ്രേഡിലാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ പറയാം അറക്ക, ഒരാൾ മുങ്ങി, ഒരാള് കുറെ താഴോട്ട് പോയിട്ടുണ്ട്, ആളെ കാണാനില്ല. ഒരാൾ മുങ്ങിയിട്ട് വെള്ളത്തിന്റെ കുറച്ച് മേലെയാണ്. അപ്പൊ നമുക്ക് പറയാം അഴമക്ക് ഗർക്കൻ, ഗർക്കില് ഏറ്റവും ആഴത്തിലേക്ക് ഒരാൾ പോയിട്ടുണ്ട്. മിൻ ഹാദ, ഇവനേക്കാൾ കൂടുതൽ അഴമക്കാണ്. അങ്ങനെ വേറെ വേർഡ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പറഞ്ഞത്. ഔ മിസ്ലഹ കമാ, ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിമു മലബാർ അശദ്ദ മുഖാവമത്തൻ അലൽ ഇൻജിലീസ്. മലബാറിലെ മുസ്ലിമീങ്ങൾ ഇംഗ്ലീഷുകാരോടുള്ള പ്രതിരോധത്തിൽ ഏറ്റവും സ്ട്രോങ് ആണ്, ഏറ്റവും സ്ട്രോങ് ആണ്. അപ്പൊ അശദ്ദ മുഖാവമ, മുഖാവമയുടെ പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് മുഖാവമയിൽ ഉൾപ്പെടുത്താൻ പറ്റാതായത്? ഏത് കണ്ടീഷനല്ലാത്തത് മുഖാവമക്ക്? അതിന്റെ ഫീൽ എന്താ? മുഖാവമ സുലാസി അല്ല. സുലാസി അല്ല, വൈറു സുലാസി, 3-നേക്കാൾ കൂടുതലല്ല. അപ്പൊ നമുക്ക് അവിടെ അശദ്ദ ഉപയോഗിക്കും. മദീനത്ത് മുംബൈ അക്തറു സർവത്തൻ മിനൽ മുദനിൽ ഉഖ്റ ഫിൽ ഹിന്ദ്. ബോംബെ നഗരം അക്തറു സർവത്തൻ മിനൽ മുദനിൽ ഉഖ്റ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ പിന്നെ മറ്റേതൊരു നഗരത്തെക്കാളും കൂടുതൽ സർവത്തുള്ളതാണ്. സർവത്ത് എന്ന് പറഞ്ഞാല് സമ്പത്ത്. ഇത് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇതിനിപ്പോ എന്താ പ്രശ്നം കൂടെ ഉപയോഗിച്ചത്? ഇഷ്ടമല്ലല്ലോ. ഇത് അസ്ര എന്ന് പറയാം. സരിയ എന്നുള്ളത് തുലാസിയ ഫീലാണ്. അസ്ര എന്ന് പറയാം. മദീനത്ത് മുംബൈ അസ്ര മിനൽ മുദനിൽ ഉഖ്റ ഫിൽ ഹിന്ദ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇതൊരു മിസ്റ്റേക്കൺ എക്സാമ്പിൾ ആണ്. ഓക്കെ. സർവത്തില് ഷർത്തുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സർവത്ത് എന്നുള്ളത് സരിയ എന്ന് പറഞ്ഞാല് റിച്ച് ആയി എന്നുള്ള അർത്ഥം. അപ്പൊ അതിന്റെ നമുക്ക് എന്ത് പറയാം? അസ്ര എന്ന് പറയാം. അതും ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെ ആണ് അതിന്. അൽ ഗർബ് അക്തറു തഖദ്ദുമൻ മിന അശ്ശർഖ്. ഇവിടെ തഖദ്ദമ ഓക്കെ, തഖദ്ദമ തുലാസി അല്ല, ഒരു തുലാസിയാണ്. അപ്പൊ എന്താ പറയാ? അൽ ഗർബ് അക്തർ, അക്തർ വെച്ചിട്ട് പറയാം. പടിഞ്ഞാറ് കിഴക്കിനേക്കാൾ കൂടുതൽ ഡെവലപ്ഡ് ആണ്. അക്തറു തഖദ്ദുമൻ എന്ന് പറയും. അപ്പൊ ഇസ്മു തഫ്ലീൽ ഏകദേശം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ ഷുറൂത്തുകൾ, അതിന്റെ വസ്ന്, അതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഷർത്തൊന്നും മിസ്സായാൽ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇസ്മു തഫ്ലീൽ ഇസ്മുൻ യദുല്ലു അലാ അന്ന ഷൈഅൈനി. ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ 2 വസ്തുക്കൾ ഒരു സിഫത്തിൽ പിന്നെ പങ്കായി വരികയും അതിൽ വസാദ അഹദുമാ അലൽ ആഖർ, അതിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലാവുകയും ചെയ്താൽ അവിടെ ഉപയോഗിക്കുന്നതാണ് ഇസ്മു തഫ്ലീൽ. തിൽക സിഫത്തി. ഓക്കെ. ഇവിടെ നമുക്ക് തംറീന് കൊടുത്തിട്ടുണ്ട്. ലാ ഖത്തൻ തഹ്ത ഇസ്മു തഫ്ലീൽ മിനൽ ജുംലാത്ത്. ഇസ്മു തഫ്ലീലിന്റെ അടിയിൽ വരക്കാനാണ്. അഫ്ലലുൽ ഖുതബാഇ അസ്ദഖുഹും, പ്രസംഗന്മാരിൽ ഏറ്റവും അഫ്ലൽ, അസ്ദഖും അവരിൽ ഏറ്റവും സത്യസന്ധമായി പറയുന്നവരാണ്. ഹുവ അഹ്ദറ മിൻ ഖുറാബ്, കാക്കയേക്കാൾ ജാഗ്രതയുള്ളവനാണ്. അഹ്ദർ അതൊരു പ്രോവർബാണ്. ഹുവ അഹ്ദറ മിൻ ഖുറാബ്.
അൽ ഇസ്ലാം ആയതൽ ദീനിൻ, ഏറ്റവും കൂടുതൽ നീതിയുള്ള ആയതൽ. ആയിഷ അഹ്സനു അഖ്വാതിഹ ഖുലുഖൻ, അഹ്സൻ. ഇങ്ങനെ കുറെ വേർഡ്സ് നിങ്ങളൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇനിയുണ്ടല്ലോ, അത് കഴിഞ്ഞില്ല. ഇനി ഒന്ന് എത്ര ഉണ്ട് ഇനി? ഇസ്മുൽ സമാന്, ഇസ്മുൽ മക്കാന്, ഇസ്മുൽ സമാൻ, ഇസ്മുൽ മക്കാന്. ഓക്കെ, 2 ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. അതുകൂടി ഇപ്പൊ പറയണോ? വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി എടുത്താണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എളുപ്പമാണോ? കുറച്ച് വേഗം പറയാൻ പറ്റും തോന്നുന്നുണ്ട്. ഏതായാലും അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ വേറെ ക്ലാസ് വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇസ്മുൽ സമാൻ ആണ്. ഇസ്മുൽ സമാൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി ഇസ്മുൽ സമാൻ, ഇസ്മു മക്കാനോ എവിടെ പഠിച്ചിട്ടുണ്ട്? നഹ്വില് പഠിച്ചിട്ടുണ്ട്. അതെന്താ ഓർക്കുണ്ടോ? അതിന് വേറെ പേര് പറഞ്ഞോ? കാലത്തെയും കാലത്തെയും സമയത്തിനും സ്ഥലത്തെയും സൂചിപ്പിക്കാൻ സൂചിപ്പിക്കുന്ന വേണ്ടിയിട്ട്. ഇസ്മുകള്. അത് ഇസ്മ. അതിപ്പോ ഉദാഹരണത്തിന് അമാം എന്ന് പറയും അല്ലെ, അതൊരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. ബാദ് ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ബാദ് ലുഹർ, ലുഹറിന് ശേഷം. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് ആണ്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. ഇത് സർഫിലെ ഇസ്മു സമാനും ഇസ്മു മക്കാനാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വാക്യം, ഒരു മസ്ദറിൽ നിന്ന് നമ്മൾ ഒരു വാക്കിനെ എന്ത് ചെയ്യാണ്? കൊണ്ടുവരാണ്, ക്രിയേറ്റ് ചെയ്യാണ്. എന്തിനാണ്? ആ ഒരു പ്രത്യേക രൂപത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ സമയമായിരിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പള്ളിക്ക് എന്താ പറയാ? മസ്ജിദ് അല്ലെ? മസ്ജിദ് കണ്ടോ? മസ്ജിദ്. ഇതിന്റെ മസ്ദർ എന്താ? അതിന്റെ ഫീൽ എന്തായിരിക്കും? സജദ. സജദ. സജദ മാന സുജൂദ് സുജൂദ് ചെയ്തു. അപ്പൊ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരും? സുജൂദ് ചെയ്യുന്ന സ്ഥലം. യെസ്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. ഇപ്പൊ ജലസ, ജലസ എന്താ അർത്ഥം? ഇരുന്നു. മജ്ലിസ്, മജ്ലിസ് ഇരിക്കുന്ന സ്ഥലം. മജ്ലിസ് നമ്മൾ സ്ഥലം അല്ലെ, ഒരു മജ്ലിസിൽ പങ്കെടുത്തു നോക്കൂ. അതുപോലെ ലൈബ, കളിച്ചു. മൽഅബ്, കളിക്കുന്ന സ്ഥലം, ഗ്രൗണ്ട്. കളിക്കുന്ന സ്ഥലം. സറഅ, കൃഷി ചെയ്തു. കൃഷി ചെയ്തു. മസ്റ, മസ്റ കൃഷി സ്ഥലം. വയൽ. യെസ്. അതേപോലെ ഗറുബ, ഗറുബത്തി ശംസ്. അടിച്ചു. ഗറുബ, ഗറുബ ലറബല്ല, ഗറുബത്തി ശംസു, ഗറുബത്തി ശംസ്. ഉദിക്കല്ല, അസ്തമിക്കുക. അപ്പൊ മഗ്രിബ് വഖ്തുൽ മഗ്രിബ്, അസ്തമിക്കുന്ന സമയം അല്ലെങ്കിൽ അസ്തമിക്കുന്ന സ്ഥലം. അശ്റഖ, ശറഖ് അശ്റഖ, അശ്റഖ ഉദിച്ചു. അപ്പൊ മശ്രിഖ്, മശ്രിഖ്. ഓക്കെ. മക്തബ്, കതബ, കതബ എഴുതി. മക്തബ് എഴുതുന്ന സ്ഥലം, ഓഫീസ്. മക്തബ് ഓഫീസ്. മക്തബറ ഓഫീസാണ്. മക്തബത്ത് താഴോട്ടുമ്പോഴാണ് ലൈബ്രറി വരിക. മക്തബ് ഓഫീസ്, എഴുതുന്ന സ്ഥലം, കിതാബത്ത് നടത്തുന്ന സ്ഥലമാണ് മക്തബ്. ഇപ്പോ ഖഅദ ഇരുന്നു. അപ്പൊ മഖഅദ് ബെഞ്ച്. ഉണ്ടോ? മനസ്സിലായി എങ്ങനെയാണ് വേർഡിന്റെ മീനിങ് വരുന്നത്? ഇതിനാണ് എന്താ പറയുക, ഈ ഒരു വസനാണ് എന്ത് പറയുന്നത്? ഇസ്മുൽ സമാൻ വൽ മക്കാൻ. ഒരു പ്രത്യേക ഭേദ വസന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. അപ്പൊ നോക്കാം. മൽ അബിൽ മദ്രസത്തി വാസിവാൻ, മൽ അബ് എന്നുള്ള വാക്ക് കളിക്കുന്ന സ്ഥലം, ഗ്രൗണ്ട്. മന്ദറുൽ ബഹ്രി ജസാബൻ, കടലിന്റെ കാഴ്ച. അവിടെ മന്ദർ എന്ന് പറഞ്ഞാൽ കാണുന്ന സ്ഥലം, കാണുന്ന സ്ഥലം എന്നാണ് നമ്മൾ സീൻ ചെയ്യപ്പെടുന്ന കാണുന്ന സ്ഥലം. അത് വളരെ ആകർഷകമാണ്. യഗ്തനിം ബിമജ്ലിസിൽ ഇൽമി, അറിവിന്റെ സ്ഥലം. മജ്ലിസ്, സദസ്, സദസ് എന്നാണ് പറയുക മജ്ലിസ്, അതായത് എല്ലാവരും ഇരിക്കുന്ന സ്ഥലം. അത് ഉപയോഗിക്കുക. യഗ്തനിം എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ്. യഗ്തനിം യൂട്ടിലൈസ്. ഇസ്തൈഖലൽ വലദു ഇൻദ മത്ലഇൽ ഫജ്ർ, കുട്ടി ഉണർന്നു. ഇൻദ മത്ലഇൽ ഫജ്ർ, സൂര്യ അല്ലെ ഫജ്ർ, പ്രഭാതം ഉദിക്കുന്ന സമയം. തൊലഅ എന്ന് പറഞ്ഞാൽ ഉദിക്കുക, മത്ലഅ സമയം. ഈ പ്രഭാതം ഉദിക്കുന്ന സമയത്ത് അവൻ ഉണർന്നു. അപ്പൊ ഇവിടെ കലിമത്തുകൾ മൽ അബ്, മന്ദർ, മജ്ലിസ്, മത്ലഅ എന്നീ വാക്കുകളൊക്കെ സ്ഥലത്തെയോ സമയത്തെയോ സൂചിപ്പിക്കുന്നതാണ്.
ചിലപ്പോൾ ഈ സെയിം വേർഡ് തന്നെ ചിലപ്പോൾ സമയം അത് കോണ്ടെക്സ്റ്റലി മാറും. ഇപ്പൊ മഗ്രിബ് എന്നുള്ളത് സൂര്യൻ ഉദിക്കുന്ന അല്ല അസ്തമിക്കുന്ന സ്ഥലത്തിനും പറയാം, സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിനും പറയാം അല്ലെ. മഗ്രിബിന്റെ സമയം എന്ന് പറയാറില്ലേ മഗ്രിബ്. അതേപോലെ മഗ്രിബ് എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യ അസ്തമിക്കുന്ന സ്ഥലം. മഗ്രിബിലും മഷ്രിഖിലും, കിഴക്കും പടിഞ്ഞാറും എന്ന് പറയാറില്ലേ മഗ്രിബ്. അപ്പൊ അത് സ്ഥലമാണ്, രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇസ്മു സമാൻ വൽ മക്കാൻ ഇസ്മാനി മസൂഗാനി മുസവ്വഗാനി മിനൽ മസ്ദറി ലിദലാലത്തി അലാ സമാനിൻ വ മക്കാൻ. ഒരു മസ്ദറിൽ നിന്ന് സ്ഥലത്തെയോ സമയത്തെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷ്തിഖാഖ് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇസ്മുകൾക്കാണ് ഇസ്മു സമാൻ വൽ മക്കാൻ എന്ന് പറയുന്നത്. യുസ ഇസ്മു സമാൻ ഇസ്മു സമാൻ വൽ മക്കാൻ മിനൽ ഫിഅലി തുലാസി. തുലാസിയായ ഫീലിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. അലാ വസ്നി മഫ്അൽ ഔ മഫ്ഇൽ. രണ്ട് വസ്നാണെന്ന് അല്ലേ. മസ്ജിദ് ഏതാ വസ്ന്? മസ്ജിദ് മഫ്ഇലാണ്. മസ്റഅ മൽഅബ് മൽഅബ് മഫ്ഇൽ വസ്ൻ അല്ലേ. കണ്ടോ, മഗ്രിബ് മശ്രിഖ് ഇതൊക്കെ ചിലതൊക്കെ മഫ്ഇൽ വസ്നിൽ വരും, ചിലത് മഫ്അൽ വസ്നിൽ വരും. മിൻ ഗൈരി സുലാസി അലാ വസ്നി ഇസ്മുൽ മഫ്ഊൽ. അതേ സമയത്ത് ഗൈറു സുലാസിയായ ഫീലുകളാണെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കുക? അവിടെ മഫ്ഊലിന്റെ വസ്ൻ തന്നെയാണ്. മഫ്ഊലിന്റെ വസ്ൻ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. മുളാരിയായ ഫീലിന്റെ ആദ്യത്തിൽ മീമും ലൊമ്പ് കൊടുക്കുക, അവസാനം ചെയ്യുമ്പോൾ ഫതഹും കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് അപ്പോ എന്താ പറയാ, ഇപ്പൊ എങ്ങനെ പറയാം, ഇഫ്തറക്ക. ഇഫ്തറക്ക എന്നുള്ളതിൽ എത്ര വാക്കുണ്ട്? 5. അത് സുലാസി അല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഇസ്മു സമാനും മക്കാനും എടുക്കണമെങ്കിൽ അതിന്റെ ഇസ്മു മഫ്ഊൽ എടുത്താൽ മതി. ഇതിന്റെ ഇസ്മു മഫ്ഊൽ എങ്ങനെ വരിക? ഇസ്മു മഫ്ഊൽ മുഫ്തറ മുഫ്തറഖുൻ മുഫ്തറഖ്. അപ്പൊ മുഫ്തറഖ് എന്ന് പറഞ്ഞാൽ ഇഫ്തറഖ് എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞു. മുഫ്തറഖ് എന്ന് പറഞ്ഞാൽ വേർപിരിയുന്ന സ്ഥലം. അപ്പൊ മുഫ്തറഖ് തുറുഖ്, വഴികൾ വേർതിരിയുന്ന സ്ഥലം. നമുക്ക് കവലക്കൊക്കെ പറയാം, നമ്മുടെ ട്രാഫിക് ജംഗ്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ, എന്താ പറയാ, മുഫ്തറഖ് തുറുഖ്, സ്ഥലം എന്നുള്ളത് മുഫ്തറഖ്. അങ്ങനെ ഉപയോഗിക്കാം, മഫ്ഊൽ ഉപയോഗിക്കാം. അപ്പൊ അത് കോണ്ടെക്സ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കോണ്ടെക്സ്റ്റില് അത് മഫ്ഊലാണോ അല്ലെങ്കിൽ ഇസ്മു മക്കാനാണോ അല്ലെങ്കിൽ ഇസ്മു സമാനാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അലാ വസ്നി ഇസ്മുൽ മഫ്ഊൽ വയഫ്ഹമുൽ ഫർഖു മിന സിയാഖ്. കോണ്ടെക്സ്റ്റിൽ നിന്നും ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അത് ഇസ്മു മഫ്ഊലാണോ അതല്ല ഇസ്മു മക്കാനാണോ എന്നൊക്കെ. കുറച്ച് ഉദാഹരണങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്. ഉൻളുറൂ ഇലൽ അംസില അല്ലാത്തി മിൻ ആയാത്തിൽ ഖുർആനിൽ കരീം വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. മശ്രിഖ്, ഓക്കെ. അപ്പൊ അവിടെ സ്ഥലത്തിനെ സൂചിപ്പിക്കാനാണ് മശ്രിഖ് മഫ്ഇൽ വസ്നിൽ, മഗ്രിബ് മഫ്ഇൽ വസ്ൻ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മത്ലഇൽ ഫജ്ർ വരെ, അവിടെ സമയത്തെ സൂചിപ്പിക്കാണ് അല്ലെ. എന്താണ്, ഉദയ സമയം വരെ നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അത് മറ്റേതില് എന്താണ്, ഏതിലാണ് പറഞ്ഞത്? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, അവിടുന്നല്ലേ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ. അവിടെ മുൻസലൻ എന്ന് പറഞ്ഞാല് എന്നെ നീ അതിഥിയായി ഇറക്കണമേ. മുൻസലൻ മുബാറക്കൻ, വളരെ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത്, മുൻസലൻ. അപ്പൊ അവിടെ അൻസലയുടെ ഇസ്മുൽ മഫ്ഊലാണ് അൻസല. അപ്പൊ ഗൈറു സുലാസി ആയതുകൊണ്ട് 4ലധികം അക്ഷരം ഉള്ളതുകൊണ്ടാണ് മുൻസല അവിടെ ഇസ്മു മഫ്ഊൽ ഉപയോഗിച്ചത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ സ്ഥലമാണ് മുഖാം എന്ന് പറയും. മുഖാം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം. അക്കാമ താമസിച്ചു, മുഖാമൻ. മക്കാം എന്നല്ല പറയാ, മുഖാം താമസിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ അത് എളുപ്പല്ലേ. അപ്പൊ ഇസ്മു സമാനും മക്കാൻ എന്താണ്? ഇസ്മാനി മുസവ്വഖാനി മിനൽ മസ്ദർ. മസ്ദറിൽ നിന്ന് എടുക്കുന്ന രണ്ട് ടേമുകളാണ്. ലിദ്ദലാലത്തി അലാ സമാൻ വ മക്കാൻ വഖുഇൽ ഫിഅൽ. ഒരു പ്രവൃത്തി സംഭവിക്കുന്ന സ്ഥലത്തെയോ സമയത്തെയോ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന രണ്ട് ടേമുകളാണ്, രണ്ട് ഇസ്മുകളാണ് ഇസ്മു സമാൻ ഇസ്മു മക്കാൻ. അവ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് നഹ്വിൽ പറയുന്ന ഇസ്മു സമാനും സർഫിൽ പറയുന്ന ഇസ്മു സമാനും ഇസ്മു മക്കാനും വ്യത്യാസമുണ്ട്. ഒന്ന് ഏത് തരത്തിലുള്ള വേർഡ്സും സമയത്തെ സ്ഥലത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നഹ്വില് നമ്മൾ മഫ്ഊലായിട്ട് ഉപയോഗിക്കും, മഫ്ഊൽ ഫീഹി ആയിട്ട് അല്ലെ. നമ്മള് ബാദ എന്ന് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കബല എന്നൊക്കെ പറയുന്ന പോലെ. അതേ സമയത്ത് സർഫിലേക്ക് വരുമ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള ഒരു മുഷ്തഖാണ്. ഒരു വേർഡിനെ അതിനെ ഡെറിവേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത്? മുഷ്തഖ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന്. ഇനി വേറെ അതേപോലെ നമുക്ക് ഒരു വേർഡും കൂടി പഠിക്കാനുണ്ട്, ഒരു ഇഷ്തിഖാഖും കൂടി. ലാസ്റ്റത്തെ ഇഷ്തിഖാഖാണ് ഇസ്മുൽ ആലത്ത്. ഇസ്മുൽ ആലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ്സ് ആലത്ത്, ടൂൾ എന്നാണ് അർത്ഥം, ഡിവൈസ്. അപ്പൊ ഒരു ഡിവൈസിനെ സൂചിപ്പിക്കാൻ ഒരു ഫെയിലിന്റെ അല്ലെങ്കിൽ മസ്ദറിൽ നിന്ന് എടുക്കുന്ന ഒരു ടൈമിനാണ് എന്താ പറയുക, ഒരു വേർഡിനാണ്
ആലത്ത് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം പറയാം, നമുക്ക് ഇവിടെ തന്നെ കൊടുക്കും മിഫ്താഹ്. ഫതഹ എന്ന് പറയുന്ന അർത്ഥം തുറക്കുക. തുറക്കുക. അപ്പൊ മിഫ്താഹ് എന്തിനാ ഉപയോഗിക്കല്? മിഫ്താഹ് എന്തിനാ ചാവി ഉപയോഗിക്കല്? എന്നാണോ? അതെന്തിനാ തുറക്കുന്ന വസ്തു. തുറക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അതാണ് മിഫ്താഹ് അല്ലേ? അപ്പോ അതുപോലെ അപ്പൊ ലറബ എന്ന് പറയുന്ന അർത്ഥം? അടിച്ചു. അപ്പൊ മിലറാബ് എന്ന് പറയുന്ന അർത്ഥം? അടിക്കുന്ന. വടിയോ? അടിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മള് ബാഡ്മിന്റൺ ഷട്ടിലൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്റില്ല, അതിനാണ് മിലറാബ് എന്ന് പറയുന്നത്, അടിക്കുന്നത്. പിന്നെ കനസ എന്ന് പറയുന്ന അർത്ഥം അതറിയില്ലെങ്കിൽ ഇതറിയാം. മിക്നസ് എന്താ? മിക്നസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിലൊക്കെ പഠിക്കും. മിക്നസ് എന്ന് പറഞ്ഞാൽ ചൂല്. അപ്പൊ കനസന്നാണ് വരുന്നത്. കനസ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. അപ്പൊ മിക്നസ് വൃത്തിയാക്കുന്ന സാധനം. ലഴിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോരിയെടുക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതിനാണ് മിൽഹക്ക, സ്പൂൺ എന്നുള്ള അർത്ഥം. ഓക്കെ. അപ്പോ ഒരു വാക്ക്, ഒരു ഫെയിൽ അല്ലെങ്കിൽ അതിന്റെ മസ്തർ, അതിൽ നിന്ന് ഒരു പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കാണ് ഇസ്മുൽ ആലത്ത് എന്ന് പറയുന്നത്. അതിന്റെ വസനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ ലാമിന്നി മിഫ്താഹുൽ ബൈത്ത്, എന്റെ വീടിന്റെ ചാവി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. മിഫ്താഹ്. യഖ്തഉ നജ്ജാറുൽ ഖശബത, ഒരു ആശാരി പിന്നെ മരം മുറിക്കുന്നു. ബിൽ മിൻഷാർ, വാള് കൊണ്ട്. അപ്പൊ നഷറ എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മിൻഷാർ, ഈർച്ചവാള്. അഖ്ദത്തുൽ ആഫല മിനൽ കാറൂറ, ഞാൻ കുപ്പിയിൽ നിന്നും തേനെടുത്തു. ബിൽ മില്ലക, സ്പൂണ്, കോരിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ ടൂളുകളൊക്കെ നോക്കുകയുള്ളൂ, ഒക്കെ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ലാഹിലൽ കലിമാത്തിൽ വഹിയായ ആലാത്തുൽ, ഇതൊക്കെ ടൂളുകളാണ്. തുസ്തഖ്ദമു ഫി ഹയാത്തിനൽ യൗമിയാണ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടൂളുകളാണ്. മിഫ്താഹ് ആലത്തുൻ തുസ്തഖ്ദമു ലിഫതഹിൽ ഖുഫ്ൽ, പൂട്ട് തുറക്കാൻ ഉപയോഗിക്കുന്നതാണ് മിഫ്താഹ്. ഇത് ഫതഹിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇസ്മുൽ മുഷ്തഖ് മിനൽ ഫിഅലി സുലാസി, ഇവിടെ സുലാസി എന്നാണ് വരുന്നത്. ദലാലത്തി അലൽ അദ്വാത്തി അല്ലതി യുഹ്ദിസുൽ ഫിഅല ബിവാസിതതിഹാ. അപ്പോ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ദലാലത്തി അലൽ അദ്വാത്ത്, ഉപകരണങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദലാലത്തി അലൽ അദ്വാത്തി അല്ലതി യുഹ്ദിസുൽ ഫിഅല ബിവാസിതതിഹാ, ഫിഅല് സംഭവിക്കുന്നത് അത് മുഖേനയാണ്. ബിവാസിത എന്ന് പറഞ്ഞാൽ ബൈ ദാറ്റ്, അതിലൂടെ, അത് മീഡിയമായിട്ട്. ഇപ്പൊ ആ ഉപകരണത്തിലൂടെയാണ് ആ പ്രവൃത്തി സംഭവിക്കുക. ഇസ്മുൽ ആലത്ത് മിനൽ ഫിഅലി സുലാസി അലൽ ഔസാൻ അല്ലാത്തി. ഇനി അതിന്റെ വസനുകളാണ്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള ഒന്ന് എന്താണ് ഇസ്മുൽ ആലത്ത്, രണ്ടാമത്തെ അതിന്റെ വസന്. ആ വസനാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് മിഫ്അൽ വസനിൽ വരും. മിഫ്അലുൻ. ഉദാഹരണം മിഷ്റത്തുൻ, മിബ്റത്തുൻ എന്നൊക്കെ പറയാം. മിബ്റത്, ബറദ, തണുപ്പിക്കുന്നത് എന്നർത്ഥം. മിഷ്റത്ത് എന്ന് പറഞ്ഞാല് രണ്ട് പാർട്ടാക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മള് എന്താ പറയാ, നമ്മളിതുണ്ടാവൂലേ, ഒരു മുറിക്കുന്ന ബ്ലേഡാണ് മിഷ്റത്ത് എന്ന് പറയും, രണ്ട് പാർട്ടാക്കുന്നത്. നൈഫ് ബ്ലേഡ് ഉണ്ടാവൂലേ, നല്ല നമ്മള് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് മിഷ്റത്ത് എന്ന് പറയുന്നത്. ഓക്കെ. മിഫ്ആല്, ഷറത്ത എന്ന് പറയുന്നത് രണ്ട് പാർട്ടാക്കിയതാണ്. അപ്പൊ രണ്ട് പാർട്ടാക്കി വിഭജിക്കുന്നതാണ് മിഷ്റത്ത്. മിബ്രത്, തണുപ്പിക്കുന്നു. പിന്നെ മിഫ്ആല്, അത് നമ്മൾ മിഫ്താഹ് ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലെ, മിഫ്താഹ്, മിൻഷാർ. പിന്നെ വേറെ ഒന്ന് മിഫ്അലത്തുൻ, ഒരു താ അധികം. മിഹ്റത്തുൻ, മിക്നസത്തുൻ, നേരത്തെ പറഞ്ഞു മിക്നസ, ചൂല്. അതുപോലെ തന്നെ മിഹ്റത്ത എന്ന് പറഞ്ഞാല് ഡ്രില്ലർ ഒക്കെ നമ്മള് എന്താ പറയാ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫഅല, സല്ലാജ, ഗസ്സാല എന്ന് പറയും. സല്ലാജ എന്താ? ഫ്രിഡ്ജ് അല്ലെ, റെഫ്രിജറേറ്റർ. ഗസ്സാല, വാഷിംഗ് മെഷീൻ ഒക്കെ ആ ഒരു വസനിൽ ഉപയോഗിക്കും. അപ്പൊ ഇസ്മുൽ ആലത്ത് മുഷ്തഖുൻ മിനൽ ഫിഅലി സുലാസി ലിദ്ദലാലത്തി അലൽ അദ്വാത്തി അല്ലതി യഹ്ദുസുൽ ഫിഅലു ബിവാസിത. ഇതാണ് പഠിക്കേണ്ടത്. ഏത് മുഖേനയാണോ ഒരു പ്രവൃത്തി സംഭവിക്കുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അത്തരം ഉപകരണങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുഷ്തഖായ ഇസ്മുകൾക്കാണ് ഇസ്മുൽ ആലത്ത് എന്ന് പറയാം.
മിൻലാർ ഉണ്ട്, മെഹ്റാസ് കൃഷി ചെയ്യുന്ന കലപ്പക്കാണ് മിഹ്റാസ് എന്ന് പറയുക. മിക്കനസ് പറഞ്ഞ റൊസാല, മസാബി, മിസ്ബാഹ് കണ്ടോ, വിളക്ക് വെളിച്ചം തരുന്നതാണ് മിസ്ബാഹ്. ഓക്കെ, ഏകദേശം നമ്മൾ ഇഷ്ടിക്കാക്കിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഞാനത് ഒന്നെങ്കിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ പിന്നെ റെക്കോർഡഡ് ആയിട്ടോ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. ഇപ്പോൾ കുറെ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കിപ്പോൾ തൽക്കാലം അതിന്റെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുഴുവൻ ഒന്ന് റിവിഷൻ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഭാഗമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകരോട് ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ആക്കുകയോ ചെയ്യാം. ഓക്കെ, then شكرا لكم على حسن استماعكم وتصبحون على خير. أتمنى لكم كل التوفيق ومزيد من العلم. السلام عليكم.